ദൈവത്തിന് മഹത്വം. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ഈ നല്ല ദിവസത്തിനും നല്ല സമയത്തിനുമായിട്ട്. കർത്താവ് നമുക്ക് നൽകി തരുന്ന എല്ലാ നല്ല അവസരങ്ങൾക്കായിട്ട് നന്ദി പറയാം. ഓരോ കൂട്ടായ്മകളിലും ദൈവത്തിന് മാറ്റമില്ലാത്ത വചനം കേൾക്കുകയും അത് നമ്മളുടെ ജീവിതത്തിൽ അനുസരണമാകുകയും തീരുമ്പോൾ അത് നമ്മളെ ദൈവ തേജസ്സിലേക്ക് വഴി നടത്തും. ദിവ്യ സ്വഭാവത്തിൽ നമ്മൾ കൂട്ടാളിയാക്കും. പുത്രൻ്റെ സ്വരൂപത്തോട് നമ്മെ അനുരൂപമാക്കും. മാത്രമല്ല, കർത്താവിൻ്റെ വരവിങ്കൽ ദൈവവചനം പറയുന്ന പോലെ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ള വ്യക്തിത്വങ്ങളായിട്ട് തീരാനായിട്ട് ഇടയെത്തീരും. നിലച്ചിരിക്കാത്ത നാഴികയിൽ കർത്താവ് വരുമെന്ന് ദൈവവചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഉണർന്നും ഒരുങ്ങിയിരിക്കണം. 2 തെസ്സലോനിക്ക ലേഖനം 3-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, കർത്താവിൻ്റെ വചനം വേഗത്തിൽ വ്യാപിച്ച് മഹത്വപ്പെടണം. കർത്താവ് ക്ഷണത്തിൽ തൻ്റെ വചനത്തെ നിവർത്തിക്കും. അപ്പോൾ കർത്താവിൻ്റെ വചനം വേഗത്തിൽ വ്യാപിക്കും, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടും. മാത്രമല്ല, ക്ഷണത്തിൽ അത് നിവർത്തിക്കുകയും ചെയ്യും. കാരണം റോമാലേഖനത്തിൽ പറയുന്നത് ജാതികളുടെ സംഖ്യ തികയോളം ഇസ്രായേലിന് അംശമായ കാഠിന്യം ഭവിച്ചിരിക്കുന്നു. പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ ഈ ജാതികളുടെ സംഖ്യ എപ്പോൾ ഏത് നിമിഷമാണ് തികയുക എന്നുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജാതികളുടെ സംഖ്യ തികയുന്ന ആ നിമിഷം കർത്താവ് മധ്യാകാശത്തിൽ വെളിപ്പെടുകയും തൻ്റെ സഭ ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകുകയും ചെയ്യും. അപ്പോൾ അതിനുള്ള സമയങ്ങൾ അടുത്തിരിക്കുന്നു. ലോക സംഭവങ്ങളും പ്രാദേശിക സംഭവങ്ങളൊക്കെ അത് വിളിച്ചോതുന്നു. അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയും നമ്മുടെ തലകൾ ഉയർത്തി വയ്ക്കാനുള്ള വീണ്ടെടുപ്പ് അടുത്തുനിന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ഒരുങ്ങണം. അപ്പോൾ ഈ നാളുകളിൽ അധികമായിട്ട് ഒരുങ്ങണം. മണവാളൻ്റെ ആ വരവ് ഏറ്റവും അടുത്തുനിന്ന് തിരിച്ചറിയുമ്പോൾ കൂടുതൽ വചനത്തിൽ പറയുന്ന പോലെ വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ, നീതിമാൻ ഇനിയും നീതി പ്രവർത്തിച്ചിട്ട് അഴുക്കുള്ളവനിയും അഴുക്കാടട്ടെ, ഞാൻ വേഗത്തിൽ വരുന്ന ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കാൻ എൻ്റെ പക്കൽ. അങ്ങനെയെങ്കിൽ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, നീ എനിക്ക് തന്ന പ്രവൃത്തി തികച്ചു. അപ്പോൾ ഓരോരുത്തന് അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണമാണ് കർത്താവ് പ്രതിഫലം കൊടുക്കുന്നതെങ്കിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ, പ്രവൃത്തികൾ അത് കൃത്യതയോടുകൂടി ചെയ്യുക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്വം നമ്മുടെ മേലുണ്ട്. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കുറേ പ്രവൃത്തി ചെയ്യുക എന്നുള്ളതല്ല. നമ്മളെ വരമേൽപ്പിച്ചിരിക്കുന്ന പ്രവൃത്തി അത് വചനത്തിനോടുള്ള അനുസരണത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു വചനത്തിൻ്റെ അനുസരണമാണ് ആ പ്രവൃത്തിയിൽ വെളിപ്പെട്ട് വരേണ്ടത്. അത് നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ഇടപെടലുകളിലും ബന്ധങ്ങളിലും ജോലിയിലൊക്കെ ഉണ്ടാവും. അങ്ങനെ വരുമ്പോഴാണ് സാഹചര്യങ്ങൾ നമ്മളെ ക്രിസ്തുവിനോട് അനുരൂപമാക്കി തീർക്കാനായിട്ട് ഇടയാക്കി തീർക്കുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ നമ്മൾ ഓരോ ദിവസവും ഈ പരിജ്ഞാനത്തിൽ വേണം മുന്നോട്ട് പോകുവാനായിട്ട്. ദൈവങ്ങളുടെ സ്വസ്ഥതയിലും സമാധാനത്തിലായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. മാത്രമല്ല, ഇത് കൃത്യതയോടുകൂടെ ഈ യേശു കർത്താവ് പറഞ്ഞതുപോലെ നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, നീ എനിക്ക് ചെയ്യാൻ തന്ന പ്രവൃത്തി തികച്ചു എന്ന് പറഞ്ഞത് നമ്മളുടെ ജീവിതത്തിൽ അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അങ്ങനെ കൃത്യതയോടുകൂടെ പറയണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിലും ദൈവവചന ഐശ്വര്യമായ സകല ജ്ഞാനത്തോടും കൂടെ വാഴണം. വചനം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞതുപോലെ കൃത്യതയോടുകൂടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് ദുഷ്കാലമാണ്, സമയം തക്കത്തിൽ വിനിയോഗിക്കണം. വചനം പറയുന്ന പോലെ ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു എന്നൊക്കെ ദൈവവചനം പറയുമ്പോൾ ഇന്ന് നമുക്ക് വചനം വായിക്കാൻ, പ്രാർത്ഥിക്കാൻ, കുറവുകളെ ഏറ്റുപറയുവാൻ, ഉപേക്ഷിപ്പാൻ, യഥാസ്ഥാനപ്പെടുവാൻ, ബന്ധങ്ങളെ പണിയുവാനൊക്കെ നമുക്ക് അവസരമുണ്ട്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പറഞ്ഞിട്ട് ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു എന്ന് പറഞ്ഞാൽ പിന്നീട് അതിന് സമയം കിട്ടത്തില്ല എന്നീ പറഞ്ഞതിനർത്ഥം. പെട്ടെന്നായിരിക്കും കർത്താവിൻ്റെ വരവ് സംഭവിക്കുന്നത്. ആ സമയത്ത് ഓടിപ്പോയിട്ട് എണ്ണ മേടിക്കാനും യഥാസ്ഥാനപ്പെടുവാനും അല്ലെങ്കിൽ നിരപ്പ് പ്രാപിക്കുവാനും കൊടുത്തു തീർക്കാനും ഒന്നും പറ്റത്തില്ല. ഇപ്പോൾ നമുക്ക് ഇതാണ് സുപ്രസാദ കാലം, ഇതാണ് രക്ഷാ ദിവസം. അതുകൊണ്ട് നമ്മൾ സമയത്തക്കത്തിൽ വിനിയോഗിച്ച് ജ്ഞാനമുള്ള വ്യക്തികളെ പോലെ, ബുദ്ധിയുള്ള കന്യകമാരെ പോലെ വചനത്തിൻ്റെ അനുസരണത്തിൽ കൂടി അകത്തെ മനുഷ്യനെ പണിത് വിളക്കോടുകൂടെ എണ്ണയെടുത്ത് ഒരുങ്ങിയിരിക്കുന്ന വ്യക്തിത്വങ്ങളായി തീരാനൊക്കെ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് പത്രോസ് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം നമുക്ക് ഒരു വാക്യമായിട്ട് വായിക്കാം. പത്രോസ് എഴുതിയ 1-ാം ലേഖനം, പത്രോസ് 2 ലേഖനം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ 1-ാം ലേഖനത്തിൽ 3-ാം അധ്യായം 9-ാം വാക്യം അവിടെ പറയുന്നത്, ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടത് കൊണ്ട് അനുഗ്രഹിക്കുന്നവരായി. അപ്പോൾ ഇവിടെ നമ്മളൊരു കാര്യം പറയുകയാണ്, നമ്മൾ എന്തിനാ ദൈവം വിളിച്ചിരിക്കുന്നത്? നമ്മൾ അനുഗ്രഹം അനുഭവിക്കുവാൻ വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്. ഈ അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമിയിലെ അനുഗ്രഹം മാത്രമല്ല. ഭൂമിയിൽ ഞാൻ പറഞ്ഞല്ലോ, ദൈവവചനം പറയുമ്പോൾ എപ്പോഴും പറയാറുള്ള കാര്യം, ഭൂമിയിലെല്ലാ അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ദൈവവചനം അത് ഓർമ്മപ്പെടുന്നുണ്ട്. പത്രോസ് ലേഖനത്തിൽ പറയുന്നുണ്ട്, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ നമ്മളെ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു. നമ്മുടെ ജീവനും ഭക്തിക്കും ആവശ്യമായതൊക്കെയും നൽകി തന്നിരിക്കുന്നു. വിളിച്ചവനെക്കുറിച്ചുള്ള പരിജ്ഞാനത്താൽ ഇവയൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇവിടെ
പറയാണ് നമ്മളെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹം അനുഭവിക്കാൻ വേണ്ടി. അപ്പോൾ ഈ അനുഗ്രഹം എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ അനുഗ്രഹം മാത്രമല്ല, അത് കർത്താവ് പറഞ്ഞിട്ടുള്ളതാണ്. മുന്നമേ രാജ്യനീതി അന്വേഷിച്ചാൽ ഇതൊക്കെ നിങ്ങൾക്ക് ദൈവം നൽകും, നമ്മുടെ ആവശ്യങ്ങളൊക്കെ സ്വർഗം അറിയുന്നുണ്ട്. പക്ഷേ ഈ അനുഗ്രഹം എന്ന് പറയുന്നത് നിത്യമായ അനുഗ്രഹത്തിലേക്ക്, നിലനിൽക്കുന്ന അനുഗ്രഹത്തിലേക്ക് ആണ് നമ്മളെ വഴി നടത്തുക. പക്ഷേ ആ നിലനിൽക്കുന്ന അനുഗ്രഹത്തിലേക്ക് നമ്മളെ വഴി നടത്തുന്നത് ഈ ഭൂമിയിലെ ക്ഷണികമായിട്ടുള്ള ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാതെ നമുക്ക് ദൈവം നൽകി തരുന്ന അവസരങ്ങൾ, സാഹചര്യങ്ങൾ, ബന്ധങ്ങൾ ഒക്കെ നമ്മൾ തള്ളിക്കളഞ്ഞാൽ ഈ പറയുന്ന ഒരു അനുഗ്രഹം അഥവാ നിത്യത അല്ലെങ്കിൽ തേജസ് ഒന്നും പ്രാപിക്കത്തില്ല എന്നുള്ള കാര്യം മറന്നു പോകരുത്. അതുകൊണ്ടാണ് ഇവിടെ വ്യക്തമായിട്ട് പറയുകയാണ്, ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ. ഏതൊരു മനുഷ്യൻ്റെ ഹൃദയത്തിലും ഒരു വ്യക്തി നമുക്കൊരു ദോഷം ചെയ്താൽ അവന് തിരിച്ച് ദോഷം ചെയ്യണമെന്ന് തന്നെയാണ് എല്ലാ മനുഷ്യരും. കാരണം അതൊരു ആഡാമിക് നേച്ചറാണ്. ആ ആദാമ്യ സ്വഭാവം മനുഷ്യനിലുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ആരും പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഒരു കുഞ്ഞ് ജനിച്ച് വളരുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ചില വീഡിയോകളൊക്കെ കാണുമ്പോൾ നമുക്ക് കാണാം, ഒരു കുഞ്ഞ് ചിലപ്പോൾ ഒന്ന് തട്ടി കഴിഞ്ഞാൽ തിരിച്ച് തട്ടും അപ്പോൾ കൊച്ച്, മനസ്സിലായോ? അത് നമ്മൾ എന്തെങ്കിലും എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിടിച്ചു മേടിക്കും. അപ്പോൾ ഇത് പകരം ചെയ്യാനുള്ള ഒരു പ്രവണത കുഞ്ഞിൽ നിൽക്കുന്നതായി കാണുന്നു. വളർന്നു വരും തോറും അത് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഇതാരും പഠിപ്പിക്കേണ്ട, അതൊരു ആഡമിക് നേച്ചറാണെന്ന് പറഞ്ഞാൽ സിൻഫുൾ നേച്ചർ എല്ലാ മനുഷ്യരിലും ഉള്ളതുകൊണ്ട് ആണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയാണ്, ദോഷത്തിന് ദോഷം ചെയ്യാനുള്ളൊരു ഹൃദയം എല്ലാവർക്കും ഉള്ളത്, ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ. പകരം ചെയ്യരുതെന്ന് വചനം പറയുന്നത്, പക്ഷേ പകരം ചെയ്യാനുള്ളൊരു പ്രവണത നമ്മളുള്ളത്. നമ്മളൊരാൾ ശകാരിച്ചാൽ അല്ലെങ്കിൽ മറ്റുള്ളൊരു വ്യക്തികളുടെ മുമ്പിൽ വെച്ച് നമ്മൾ നിന്ദിച്ചാൽ, ചിലപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് അവിടെ വെച്ചൊന്നും പറയാൻ പറ്റത്തില്ലെങ്കിലും, പറയാൻ പറ്റാത്ത ഒരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ പറഞ്ഞു, അല്ലെങ്കിൽ ഓഫീസിലോ ജോലി ചെയ്യുന്നതാണെങ്കിൽ ഉയർന്ന ഉദ്യോഗസ്ഥർ മറ്റുള്ളവർ മുമ്പിൽ വെച്ചൊക്കെ ശകാരിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ തിരിച്ചു പറയാൻ പറ്റത്തില്ലായിരിക്കാം, പക്ഷേ ഹൃദയത്തിൽ എന്ത് ചെയ്യും? ആ വ്യക്തിയെ തിരിച്ചു പറയും. അല്ലെങ്കിൽ ആ വ്യക്തിയോട് എന്ത് ചെയ്യും? നീരസവും കയ്പും പകയും വെറുപ്പും വിദ്വേഷമൊക്കെ നിറയാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ ദൈവവചനം ദൈവത്തിൻ്റെ ആത്മാവിനാൽ വീണ്ടും ജന്മം പ്രാപിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ ദോഷത്തിന് ദോഷം ചെയ്യാൻ പോകരുത്. യേശു കർത്താവ് അങ്ങനെ നമുക്ക് മാതൃക കാണിച്ചു തന്നത് അല്ലേ? അവൻ എന്ത് ചെയ്തില്ല? ശകാരിച്ചിട്ട് പകരം ശകാരിച്ചില്ല. അവന് ദോഷം ചെയ്തിട്ട് അവൻ തിരിച്ച് ദോഷം ചെയ്തില്ല. മറിച്ച് താൻ അവരെ സ്നേഹിച്ചു, അവസാനത്തോളം സ്നേഹിച്ചു എന്ന് യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ പറഞ്ഞത്. തൻ്റെ കൂടെ നടന്നവർ തൻ്റെ കുതിക്കാൽ വെട്ടിയല്ലേ, തന്നെ ഒറ്റിക്കൊടുത്തു, തന്നെ തള്ളിപ്പറഞ്ഞു. അപ്പോൾ നിന്നവരൊക്കെ അവനെ തള്ളിപ്പറഞ്ഞിട്ടും കർത്താവ് അവർക്കെതിരെ ദ്രോഹം ചെയ്യുകയൊന്നും ചെയ്തില്ല. മറിച്ച് അവരെ സ്നേഹിച്ചു. അവരെ സ്നേഹിച്ചു, അവസാനത്തോളം സ്നേഹിച്ചു. അത് ദൈവത്തിൻ്റെ ഹൃദയത്തെ വെളിപ്പെടുത്തുന്നു. ഈ ഹൃദയമുള്ള വ്യക്തികളായിട്ട്, ഈ മനസ്സുള്ള വ്യക്തികളായിട്ട് നമ്മൾ മാറണം. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പത്രോസിൽ കൂടി ലേഖനം എഴുതുമ്പോൾ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ ഈ അനുഗ്രഹത്തിനെ വിളിച്ചിരിക്കുന്നത്. ഏതനുഗ്രഹം? സ്വർഗീയത്തിലെ അനുഗ്രഹം, നിലനിൽക്കുന്ന അനുഗ്രഹം, നിത്യമായ അനുഗ്രഹത്തിലേക്ക് നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളുടെ ആഡാമിക് നേച്ചറിൽ കിടക്കുന്ന ഒരു വ്യക്തി നമുക്ക് ദോഷം ചെയ്താൽ തിരിച്ച് ദോഷം ചെയ്യാനും, നമ്മളെ ശകാരിച്ചാൽ തിരിച്ച് ശകാരിക്കുവാനുമുള്ള ആ ഒരു സ്വഭാവം നമ്മൾ എന്ത് ചെയ്യണം? മാറ്റണം. അത് മാറ്റണമെങ്കിൽ ചുമ്മാ മാറ്റണം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്കും അത് മാറത്തില്ല. അത് മാറണമെങ്കിൽ ദൈവം എനിക്ക് ഒരുക്കിയിരിക്കുന്ന എന്താണെന്ന് ഒരു വ്യക്തിക്ക് തെളിഞ്ഞു കിട്ടണം. അതാണ് ഇവിടെ പറയുന്നത്, നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടത് കൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പിൻ. അപ്പോൾ അതാണ് ദൈവം നമ്മളിന്ന് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ദ്രോഹം ചെയ്ത വ്യക്തി ആ അനുഗ്രഹത്തിൻ്റെ വെളിപ്പാടുള്ള വ്യക്തിയല്ല, അവർ ഇരുട്ടിലിരിക്കുന്നവരായിരിക്കാം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവം നമ്മളെ അനുഗ്രഹത്തിനാണ് വിളിച്ചിരിക്കുന്നത്. അത് ഈ ഭൂമിയിലെ അനുഗ്രഹത്തെക്കുറിച്ച് മാത്രമല്ല, സ്വർഗീയമായ അനുഗ്രഹം, നിലനിൽക്കുന്ന അനുഗ്രഹം, നിത്യമായ അനുഗ്രഹം. അപ്പോൾ ഈ ഒരു തിരിച്ചറിവ് നമ്മളെ സാഹചര്യങ്ങളുടെ നടുവിൽ ചിലപ്പോൾ ആദ്യ സമയങ്ങളിലൊക്കെ നമ്മൾ ചിലപ്പോൾ തിരിച്ചു പറഞ്ഞെന്നിരിക്കും. പക്ഷേ പരിശുദ്ധാത്മാവ് അപ്പോൾ തന്നെ നമ്മളെ യഥാസ്ഥാനപ്പെടുത്തും, നമ്മളെ ഓർമ്മപ്പെടുത്തും, നമ്മളെ തിരുത്തും. വചനത്തിൽ കൂടി നമ്മളെ എവിടെയാണ് നമുക്ക് പാളിച്ചകൾ പറ്റിയതെന്ന് ഓർമ്മപ്പെടുത്തും. നമ്മളെ ആ ദ്രോഹം ചെയ്ത വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധാത്മാവ് പറയും അല്ലേ? കർത്താവ് അത് പറഞ്ഞിട്ടില്ലേ? മത്തായിയുടെ സുവിശേഷം 5:44 എന്താ പറയുന്നത്? മത്തായി 5:44, മത്തായി 5, 6, 7 അധ്യായങ്ങൾ ഗിരിപ്രഭാഷണമാണ്. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇതിപ്പോ കർത്താവ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്.
ദോഷത്തിന് ദോഷം ചെയ്യരുതെന്നും ശകാരത്തിന് ശകാരം പകരം ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ ഇത് യേശു കർത്താവ് പറയുകയും കാണിച്ചു തന്നുകയും ചെയ്യുന്ന കാര്യമാണ്, അല്ലേ? യേശു കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 13:1 എന്താ പറയുന്നത്? 13:1 പറയുന്നത് എന്താ? യേശു കർത്താവ് ഇവിടുന്ന് ലോകം വിട്ടുപോകാനുള്ള സമയമായി എന്നറിഞ്ഞു. പെസഹ പെരുന്നാളിന് മുൻപേ താൻ ഈ ലോകം വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു പറഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം സ്നേഹിച്ചു. അപ്പോൾ യേശു കർത്താവ് നമുക്ക് കാണിച്ചു തന്നു. ശത്രുക്കളെ സ്നേഹിപ്പാൻ പറഞ്ഞപ്പോൾ ഇത് ചുമ്മാ പറഞ്ഞതല്ല. മത്തായിയുടെ സുവിശേഷവും ലൂക്കും മാർക്കും ഒക്കെ വായിക്കുമ്പോൾ ക്രൂശീകരണത്തിൻ്റെ സമയത്ത് യേശു കർത്താവിനെ ക്രൂശിച്ച അവർക്ക് വേണ്ടി കർത്താവ് എന്ന് പ്രാർത്ഥിച്ച പിതാവ് ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് കർത്താവ് പ്രാർത്ഥിച്ച് കാണിച്ചു തന്നു. നിങ്ങൾ അവരെ ഉപദ്രവിക്കുക, അല്ലേ? അപ്പോൾ എത്ര നീചമായിട്ടുള്ള പീഡനത്തിൻ്റെ നടുവിൽ നിന്നും കൊണ്ട് കർത്താവ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കാണിച്ചു തന്നൊരു മാതൃക. നമ്മളിപ്പോൾ ഇത്രയും നീചമായിട്ടുള്ളൊരു അവസ്ഥയിൽ കൂടി ഒന്നും പോകുന്നില്ലായിരിക്കും. പക്ഷെ നമ്മളുടെ വ്യക്തിത്വത്തെ ഒന്ന് ഹനിച്ചാൽ, നമുക്കിഷ്ടമല്ലാത്ത പ്രവൃത്തി മറ്റൊരുത്തൻ ചെയ്താൽ, കൂട്ടുകാരനാവട്ടെ, അല്ലെങ്കിൽ കൂടെ പഠിക്കുന്നവരാവട്ടെ, കൂടെ ജോലി ചെയ്യുന്നവരാവട്ടെ, ഇനി ഒന്നും വേണ്ട, സഹോദരങ്ങളാവട്ടെ, അല്ലെങ്കിൽ ഭർത്താവാവട്ടെ, ഭാര്യ ആവട്ടെ, അല്ലെങ്കിൽ അമ്മയപ്പന്മാരാവട്ടെ, ബന്ധുക്കാരൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ആരും പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല, ഉള്ളിൽ ഉടലെടുക്കുന്ന ഒരു സാധനമാണ് നീരസം എന്ന് പറയുന്നത്. മനസ്സിലായോ? നീരസം അത് ആ വ്യക്തിയെ കയ്പിലേക്കും പകയിലേക്കും വെറുപ്പിലേക്കും വിദ്വേഷത്തിലേക്ക് കൊണ്ടുപോകും. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഈ കയ്പും വിദ്വേഷവും പകയും വെറുപ്പും ആ വ്യക്തിയെ തന്നെ എന്ത് ചെയ്യും? ഉണക്കിക്കളയും. ആ വ്യക്തിയുടെ സന്തോഷവും സ്വസ്ഥതയും സമാധാനവും ഒക്കെ കെടുത്തിക്കളയും, അല്ലേ? അതുകൊണ്ട് വചനം പറഞ്ഞത് കയ്പുള്ള വേരും മുളച്ച്. അപ്പോൾ ഈ കയ്പ് എന്ന് പറഞ്ഞാൽ അത് മുളച്ചു കഴിഞ്ഞാൽ അത് ഫ്രൂട്ട് പുറപ്പെടുവിക്കുന്ന ഒരു അനുഭവത്തിൽ നിന്ന് എന്ത് ചെയ്യും? ആ വ്യക്തിയെ മാറ്റിക്കളയും. ദൈവവചനം നമ്മളെ ഫലം പുറപ്പെടുവിക്കുന്നവരായിട്ടാണ് നമ്മളെ ആക്കിയിരുത്താൻ പറയുന്നത്. അപ്പോൾ ദൈവവചനത്തിൻ്റെ ലംഘനം അത് നമ്മളെ ഈ ഫ്രൂട്ട്ഫുള്ളായിട്ട് തീരാനായിട്ടുള്ള ഒരു ആ അനുഭവത്തിൽ നിന്ന് മാറ്റിക്കളയും. അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്വമാണ് ഈ ദൈവിക ജീവന്, ദൈവ തേജസ്സിന് ഫലം പുറപ്പെടുവിക്കാൻ തടസ്സം നിൽക്കുന്ന എൻ്റെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന കയ്പ്, പക, വെറുപ്പ്, വിദ്വേഷം. അത് ചിലപ്പോൾ അമ്മയപ്പന്മാരോടായിരിക്കാം, അല്ലെങ്കിൽ സഹോദരങ്ങളോടായിരിക്കാം, ബന്ധുമിത്രാദികളോടായിരിക്കാം, കൂടെ പഠിച്ചവരോടായിരിക്കാം, ഏത് വ്യക്തികളോടാവട്ടെ. കയ്പ് എൻ്റെ ഉള്ളിൽ ഇരിപ്പുണ്ടെങ്കിൽ എൻ്റെ ഉത്തരവാദിത്വമാണ് എന്ത് ചെയ്യണം? ആ കയ്പിനെ നീക്കിക്കളയാണ്. അതുപോലെ വല്ല കയ്പുള്ള വേരും മുളച്ച്. കയ്പ് നമ്മളെ ദൈവ കൃപയിൽ നിന്ന് മാറ്റി. കാരണം കയ്പുള്ളൊരു വ്യക്തിക്ക് ദൈവം പകരുന്ന കൃപ എങ്ങനെ ഉപയോഗിക്കണം എന്ന് അറിയത്തില്ല. ഇതാണ് ഇതിൻ്റെ പ്രശ്നം. മനസ്സിലായോ? കയ്പ് ആ വ്യക്തിയുടെ സ്ഥലകാല ബോധം നഷ്ടപ്പെടുത്തി കളയും. അവന് വിവേകമില്ലാത്ത ബുദ്ധിഹീനനായൊരു വ്യക്തിയാക്കി മാറ്റും. മറിച്ച് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവിക ജ്ഞാനത്തിലേക്ക് പരിശുദ്ധാത്മാവ് വ്യക്തിയെ നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മത്തായിയുടെ സുവിശേഷം 5:44 നമ്മൾ പറഞ്ഞത്. അവിടെ പറയാണ്, കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നും ശത്രുവിനെ പകയ്ക്കുക എന്നും അരുളി ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ. കണ്ടോ? നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ. അപ്പോൾ ഇത് ശത്രുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവചനത്തിൻ്റെ ഒരു അനുസരണത്തിലേക്ക് നമ്മളെ നയിക്കുവാൻ വേണ്ടിയിട്ട് ഓരോ സാഹചര്യങ്ങളിൽ പല വ്യക്തികളെ ദൈവം നമ്മുടെ അടുക്കിലേക്ക് അയക്കുന്ന അതിനെയാണ് ഈ ശത്രു. പലതും അത് അനുസരിക്കാനുള്ളൊരു അല്ലെങ്കിൽ ദൈവീയ ജീവനിലേക്ക് വളരാനായിട്ടുള്ളൊരു സാഹചര്യം ആ വ്യക്തിയിൽ കൂടി ദൈവം ഒരുക്കുന്നതാണ്. പക്ഷെ അത് മനസ്സിലാകാതിരുന്ന് എന്ത് സംഭവിക്കും? ആ വ്യക്തി നമുക്ക് ശത്രുവായിത്തീരും. എങ്ങനെ ഒരു വ്യക്തി ശത്രുവായിത്തീരുന്നത്? ഒരു സാഹചര്യം ദൈവം ഒരുക്കുകയാണ്, അല്ലേ? ആ സാഹചര്യത്തിൽ ആ വ്യക്തിയുടെ വാക്ക്, അവൻ്റെ പ്രവൃത്തി അത് നമ്മൾ ഉദ്ദേശിച്ചതുപോലെ അല്ല എന്ന് വരുമ്പോൾ ആ വ്യക്തിയോട് നമുക്ക് ശത്രുത വരികയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത്? ആ വ്യക്തിയുടെ ആ വാക്കും പ്രവൃത്തിയും നമ്മളിലുള്ള കുറവിനെ നീക്കിക്കളഞ്ഞ് നമ്മളെ യഥാസ്ഥാനപ്പെടുത്തുവാനും ഒരുക്കുവാനും എൻ്റെ ഉള്ളിൽ ഇന്നൊരു കുഴപ്പമുണ്ടെന്ന് കാണിച്ചു തരുവാൻ വേണ്ടി ദൈവം അയച്ചതാണ് ആ ഒരു സാഹചര്യത്തെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ. അത് മനസ്സിലാക്കാതെ ആ വ്യക്തിയോട് ശത്രുത്വവും കയ്പും പകയും വെറുപ്പൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് ആ വ്യക്തിക്കല്ല പ്രശ്നം, നമുക്കാണ് പ്രശ്നം. മനസ്സിലാകുന്നത്? ഇത് മനസ്സിലാക്കണം. കാരണം ആ വ്യക്തി ആ സാഹചര്യം കഴിഞ്ഞ് അങ്ങ് പോയി. ആ വ്യക്തി അത് ഓർക്കുന്നുണ്ടാവില്ല. വർഷങ്ങൾക്ക് മുമ്പുണ്ടായ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് വന്നിരുന്നു. അതായത് 50 വർഷങ്ങൾക്ക് മുമ്പ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരുത്തൻ ചെകിട്ടത്തടിച്ചു അവനെ. ആ ചെകിട്ടത്തടിച്ച സംഭവം 50 വർഷം അവൻ്റെ ഹൃദയത്തിൽ വെച്ചിട്ട് റീയൂണിയൻ ഉണ്ടായപ്പോൾ ഈ 50 വർഷങ്ങൾക്ക് ശേഷം റീയൂണിയൻ ഉണ്ടായ സമയത്ത് അന്ന് അടിച്ചവൻ തിരിച്ചടിച്ച് മുഖം ഇങ്ങനെ ഇതായിട്ടിരിക്കുന്ന ഒരു ഫോട്ടോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 50 വർഷം ഈ കയ്പ്, ഈ പക ഈ വ്യക്തി ഉള്ളിൽ വെച്ചുകൊണ്ട് നടന്നു. ഒരു സാഹചര്യം കിട്ടി. 50 വർഷം കഴിഞ്ഞിട്ട് ഒരു റീയൂണിയൻ വന്നപ്പോൾ എത്രയും പ്രായമായൊക്കെ 60-60 വയസ്സിന് മേലെ പ്രായം ഉണ്ടായിരുന്നു.
ആ സമയത്ത് എന്ത് ചെയ്തു? തിരിച്ചടിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ സമയം, ഈ പറഞ്ഞതിൻ്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും വർഷം ആ വ്യക്തി അത് കൊണ്ടു നടന്നു. മാത്രമല്ല അത് ആ വ്യക്തിയുടെ കുടുംബജീവിതത്തിലൊക്കെ എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമാണ്. പല വ്യക്തികൾക്കും പലപ്പോഴും ദേഷ്യവും എന്താ പറയുന്നത്, ചിലർക്കൊക്കെ ഭയങ്കര ദേഷ്യമൊക്കെ കാണും. എന്തിനാ എങ്ങനെ ദേഷ്യപ്പെടുന്നത് ചിലപ്പോൾ പലപ്പോൾ അറിയത്തില്ല. പല കാരണങ്ങൾ ഉള്ളിലുണ്ടാകാം. അപ്പോൾ ഇതൊക്കെ ഈ പറഞ്ഞതിൻ്റെ താല്പര്യം എന്ന് പറയുന്നത് ഈ 50 വർഷം കൊണ്ടു നടന്ന പക ആ വ്യക്തിയുടെ കുടുംബജീവിതത്തിലൊക്കെ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കാം. പല സന്തോഷ മുഹൂർത്തങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞിരിക്കാം. ഇതൊക്കെ ഉണ്ടായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം എന്ന് പറയുന്നത്, നമ്മളുടെ അകത്ത് എന്തെങ്കിലും തരത്തിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കിടപ്പുണ്ടെങ്കിൽ, മനസ്സിലായോ? എന്തെങ്കിലും ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് പിശാച് കള കൊണ്ടിടുന്നതാണ്. മനസ്സിലായോ? ഈ കളകൾ വചനം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തും. ആ ഓർമ്മപ്പെടുത്തുമ്പോൾ ഈ കളകളെ നമ്മൾ നീക്കിക്കളഞ്ഞാൽ അത് നമ്മളുടെ വ്യക്തി ജീവിതത്തിൽ അനുഗ്രഹമായിട്ടും ആരോഗ്യമായിട്ടും ബ്ലെസ്സിങ് ആയിട്ടും എല്ലാ നന്മകളും അനുഭവിച്ചും കൊണ്ട് ക്രിസ്തുവിൽ വളരുവാനായിട്ടുള്ള അവസരങ്ങളായിട്ടിത് മാറാനായിട്ട് ഇടയായത്. അപ്പോൾ ഇവിടെ കർത്താവ് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങളുടെ ശത്രുക്കളെ ഞാനോ നിങ്ങളോട് പറയുന്നത് എന്ന് പറഞ്ഞാൽ, ഈ ഞാനോ നിങ്ങളോട് പറയുന്നത് എന്ന് പറഞ്ഞാൽ അർത്ഥം നമ്മുടെ ഉള്ളിൽ കുറേ ചിന്തകളുണ്ട്. കേട്ടത് കണ്ടത്, എനിക്കിങ്ങനെ പറ്റുള്ളൂ, എനിക്കിങ്ങനെ തോന്നുന്നത്, ഞാനിങ്ങനെ ചെയ്യുമെന്നുള്ള എൻ്റെ കുറേ നിരൂപണങ്ങളുണ്ട്. ഈ നിരൂപണങ്ങളൊക്കെ മാറിയിട്ട് കർത്താവ് പറഞ്ഞതിൻ്റെ അനുസരണത്തിലേക്ക് ഞാൻ എൻ്റെ മനസ്സ് പുതുക്കണം. അതാണ് ഞാനോ നിങ്ങളോട് പറയുന്നു എന്ന് പറയുന്നത്. ഈ കർത്താവ് ഇത്ര ചിലപ്പോൾ പറയുന്നില്ലേ, ആമേൻ ആമേൻ ഞാനോ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞാൽ, നിങ്ങളൊന്ന് മനസ്സ് പുതുക്കൂ, നിങ്ങളൊന്ന് സമർപ്പിക്കൂ, നിങ്ങളൊന്ന് ക്ഷമിക്കൂ, നിങ്ങൾ ദൈവകൃപയിലൊന്ന് ആശ്രയിക്കൂ, ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യമൊന്ന് മനസ്സിലാക്കൂ എന്നാണ് ഈ പറഞ്ഞതിനർത്ഥം. അപ്പോൾ ഇവിടെ പറയും, ഞാനോ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ. കണ്ടോ? ശത്രുക്കളെ സ്നേഹിക്കാൻ ആർക്കും പറ്റത്തില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ് ശത്രുക്കളെ സ്നേഹിക്കാനായിട്ട്. ശത്രുക്കളെ പകയ്ക്കുക എന്ന് പറഞ്ഞാൽ ആരെയും പഠിപ്പിക്കേണ്ട കാര്യമില്ല. ശത്രുവിനെ പകയ്ക്കുക എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പ്രത്യേകിച്ച് പഠിപ്പിക്കണ്ട. കാരണം നമുക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം ചെയ്തു കഴിയുമ്പോൾ ആ വ്യക്തി ശത്രുവായി മാറുകയാണ്. പതുക്കെ അകൽച്ച വന്ന് നീങ്ങി പോവുകയാണ് ചെയ്യുന്നത്. ബന്ധങ്ങൾ ശിഥിലമാകുന്നു. അതിനാരും പഠിപ്പിക്കേണ്ട. പക്ഷെ കർത്താവ് നമ്മളൊരു കാര്യം പഠിപ്പിക്കുകയാണ്. എന്താ പഠിപ്പിക്കുന്നത്? ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കണം. അപ്പം അങ്ങനെയാണെങ്കിൽ അത് നമ്മളെ കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല. പിന്നെ എങ്ങനെ സാധ്യമാകുന്നത്? ദൈവം നമ്മുടെ മേൽ പകരുന്ന കൃപയാണ് നമ്മളതിനായി സഹായിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമ്മളതിനായി സഹായിക്കുന്നത്. ദൈവത്തിൻ്റെ അളവറ്റ കൃപ നമ്മുടെ മേൽ വരുമ്പോൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പുത്രൻ നമുക്ക് ചെയ്തു കാണിച്ചെന്ന മാതൃകയെ നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ, നിത്യതയുടെ പ്രകാശനം നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നൽകുമ്പോൾ, അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു വ്യക്തിയോട് ക്ഷമിക്കുക. അപ്പോൾ ആ ക്ഷമിക്കുമ്പോൾ അത് കേട്ട നമ്മളുടെ അകത്ത് ദൈവിക ജീവന് തടസ്സം നിൽക്കുന്ന ഒരു കെട്ടിനെ അഴിക്കുകയാണ് ചെയ്യുന്നത്. ഒരു കെട്ട് അഴിക്കുമ്പോൾ നമ്മൾ ശരീരത്തിൻ്റെ ഏതെല്ലാം മേഖലകളിൽ നമുക്ക് ജീവനും തേജസ്സും സൗഖ്യവും ബലവും ആരോഗ്യം വരുമെന്നുള്ളത് അത് വ്യക്തിപരമായി നമ്മൾ അനുഭവിച്ചറിയേണ്ട ഒരു കാര്യം. നമ്മളൊരു ചെറിയൊരു നൂലെടുത്തിട്ട് നമ്മൾ ഈ വിരലുമേ ചുറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സമയം കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ ആ നൂല് ചുറ്റിയതിൻ്റെ മുകൾ ഭാഗം ഇത് നീലച്ച് വരുന്നത് കാണാനായിട്ട് സാധിക്കും, അല്ലേ? അപ്പോൾ നമ്മളതിനെ അഴിച്ച് കളയാതിരുന്നു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? അവിടത്തേക്ക് ജീവൻ വ്യാപരിക്കാതെ അത് മരിക്കും. എന്നാൽ നമ്മൾ പതുക്കെ അതിനെ റിലീസ് ചെയ്യുകയാണെങ്കിൽ, ആ കെട്ട് പതുക്കെ അഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആ വിരലിലോട്ട്, ആ ഭാഗത്തോട്ട് രക്തം ഇരച്ച് കയറി ആ നീല കളറൊക്കെ മാറി അവിടെ നല്ല രക്തോട്ടമുണ്ടായി ബലപ്പെടുന്നത് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ പല മേഖലകളിലും ഇതുപോലെ കെട്ടപ്പെട്ട് കിടക്കുന്ന പല സംഭവങ്ങളുണ്ട്. മനസ്സിലായോ? ആ കെട്ടുകൾ നമ്മൾ അഴിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് അത് അഴിച്ചു കഴിഞ്ഞാൽ, അത് ആ വ്യക്തിക്ക് സൗഖ്യമായിട്ടും കാരണം നമ്മളുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് ദൈവിക ജീവൻ വരാതെ വണ്ണം ഈ കയ്പും പകയും വെറുപ്പും ആ ഉണ്ടാക്കുന്ന അശുദ്ധാത്മാക്കൾ നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വചനത്തിൻ്റെ അനുസരണത്തിലായിട്ട് നമ്മൾ സമർപ്പിച്ച് ഏറ്റുപറഞ്ഞ് ആ വ്യക്തിയോട് ക്ഷമിച്ച് ദൈവസന്നിധിയിൽ നമ്മൾ ആ തെറ്റിനെ ഏറ്റുപറഞ്ഞു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, ആ കെട്ട്, ആ നിയന്ത്രിച്ചിരുന്ന ശക്തി വിട്ടുപോകുകയും അവിടേക്ക് ദൈവിക ജീവൻ വ്യാപരിക്കുകയും അത് നമ്മുടെ ശരീരത്തിന് സൗഖ്യമായിട്ടും ബലമായിട്ടും ആരോഗ്യമായിട്ടും തേജസ്സായിട്ടും ദൈവവചനത്തിൻ്റെ ജീവൻ്റെ സമൃദ്ധിയായിട്ടൊക്കെ തീരാനിടയായിത്തീരും. അപ്പോൾ ഇത് പറഞ്ഞു പഠിക്കേണ്ട ഒരു കാര്യമല്ല. ഇത് പറയുന്നതിൻ്റെ താല്പര്യം എന്ന് പറയുന്നത്, നമ്മളത് വ്യക്തി ജീവിതത്തിൽ പ്രാവർത്തികമായിട്ട് നമ്മൾ വ്യക്തിപരമായിട്ട് അനുഭവിക്കണം. അങ്ങനെ അനുഭവിക്കുമ്പോഴാണ് അത് നമ്മളിൽ ജീവനായിട്ട് തീരുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ കർത്താവ് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടി ഇങ്ങനെ പറയുന്ന ആരോടാ? ദൈവത്തിൻ്റെ മക്കളോടാണിത് പറയുന്നത്, അല്ലേ? അതിൻ്റെ 45-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കി.
നിങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ മത്തായി 5:45. സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് വേണ്ടി. കേട്ടോ, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിന് നിങ്ങൾ പുത്രന്മാരായി തീരേണ്ടതിനാണ് ഈ പറയുന്ന കാര്യം. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ ആ മക്കൾക്കുണ്ടാവേണ്ടുന്ന ക്വാളിറ്റിയെ പറയുന്നത്. ഞാൻ ദൈവത്തിൻ്റെ മകളാണെന്ന് പറഞ്ഞു നടന്നിട്ട് കാര്യമില്ല. വ്യക്തിത്വത്തിൽ അത് വേണം, അല്ലേ? ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് സ്വർഗമാണ് പറഞ്ഞത്. പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് അപ്പനാണ് പറഞ്ഞത് ഇവൻ എൻ്റെ പ്രിയ മകനാണെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളെ നോക്കി സ്വർഗം പറയണമെങ്കിൽ നമുക്ക് ആരും ശത്രുക്കളില്ല. ഈ ഭൂമിയിൽ നമുക്ക് ആരും ശത്രുക്കളില്ല. കാരണം കർത്താവ് ദൈവവചനത്തിൽ കൊരിന്ത്യലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഞങ്ങൾ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ഈ ജഡപ്രകാരം അറിയുമ്പോഴാണ് നമുക്ക് ആ വ്യക്തിയോട് കയ്പും പകയൊക്കെ ഉണ്ടാകുന്നത്. ഞങ്ങൾ ആരെയും ജഡപ്രകാരം അറിഞ്ഞിരുന്നു, പക്ഷെ ഇപ്പം ഞങ്ങളെ എല്ലാവരെയും ക്രിസ്തുവിലാണ് ഞങ്ങൾ അറിയുന്നത്, ക്രിസ്തുവിലൂടെയാണ് കാണുന്നത്. ക്രിസ്തുവിൽ കൂടി കാണുമ്പോൾ മാത്രമേ ശത്രുക്കളെ സ്നേഹിക്കാനും ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമുക്ക് പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയാതെ അവരോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞത്. കർത്താവ് അവരെ കർത്താവിൻ്റെ കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ അത് അവരല്ല ചെയ്യുന്നത്, അവരുടെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു ആത്മാവാണ്. കർത്താവ് പറയുന്നുണ്ട്, ഇത് ഇരുട്ടിൻ്റെ നാഴികയാണ്, ഇത് പിശാചിൻ്റെ സമയമാണ്, പിശാച് അവരെ നിയന്ത്രിച്ചുകൊണ്ട് ചെയ്യുന്നത്. അതുകൊണ്ട് കർത്താവിനത് കാണാൻ പറ്റിയതുകൊണ്ടാണ് കർത്താവ് എന്ത് ചെയ്തത്, ഇവർ ചെയ്യുന്ന എന്തെന്നറിയാതെ കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചത്. നമുക്കിത് കാണാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഈ കയ്പും ഭാഗ്യം വെറുപ്പും ഉദ്ദേശം വെച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് പല കുടുംബങ്ങളും ശിഥിലമായി പോകുന്നു. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം ഊഷ്മളമല്ലാതിരിക്കുന്നു. മക്കളും അമ്മയപ്പന്മാരും തമ്മിലുള്ള ബന്ധം കാരണം എന്തുവാ, നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ അവർ ചെയ്യുന്നില്ല, അപ്പോൾ അവരോട് കയ്പ്. നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ പോകുന്നില്ല, അപ്പോൾ പക. അപ്പോൾ ആ ഭവനം എന്തായി തീരാണ്, അവിടെ പിശാച് കയറി വാഴാനായിട്ട് ഇടയാകും. അവിടുത്തെ സമാധാനവും സന്തോഷവും നന്മകളൊക്കെ കവർന്നു കൊണ്ടുപോകും. എന്നാൽ അവിടെ ഐക്യതയുള്ള, സ്നേഹമുള്ള, ക്ഷമിക്കുന്ന, മറക്കുന്ന, പൊറുക്കുന്ന, ദൈവസ്നേഹത്തിൽ മുന്നോട്ട് പോകുന്ന, ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കുന്ന, ദൈവത്തിൻ്റെ ആത്മാവിനെ നയിക്കപ്പെടുന്ന, ദൈവത്തിനനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, നിത്യതയുടെ പ്രകാശനത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയും കുടുംബമാണെങ്കിൽ ആ കുടുംബം അവിടെ പണിയപ്പെടുകയാണ് ചെയ്യുന്നത്. സ്വർഗീയ ഭവനമായിട്ടത് തീരാനായിട്ട് ഇടയായിത്തീരും. നിത്യതയുടെ പ്രകാശനത്തിലായിരിക്കും ആ വ്യക്തികൾ എന്ത് ചെയ്യുന്നത്, കയറി വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്, ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വചനം കേൾക്കാത്തതല്ല നമ്മുടെ പ്രശ്നം. നമ്മളിത് എന്തോരം വചനം കേൾക്കുന്നത്, വചനം തന്നെയാണ് നമ്മൾ ഇന്നും കേൾക്കുന്നത്. ഇപ്പോൾ വചനം കേട്ട് നമുക്കിപ്പോൾ അത് കേൾക്കുമ്പോഴേ തന്നെ ഇതാ പറയാൻ പോകുന്നതെന്ന് അറിയാം. അങ്ങനെ നമ്മൾ ഈ വചനം നമ്മൾ ബുദ്ധിയിൽ കയറ്റി വെച്ചിട്ട് ഇതുകൊണ്ടൊരു പ്രയോജനമൊന്നുമില്ല. കാരണം ഇതിപ്പോൾ ഒരു 1200 പേജുള്ളൊരു പുസ്തകമാണ്. നമ്മൾ കുറച്ച് കാലം ഇത് വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് പറയുമ്പോഴേക്കും നമുക്ക് കാര്യങ്ങളൊക്കെ ഗ്രഹിച്ചെടുക്കാം. കാരണം ബുദ്ധി നമ്മുടെ ഷാർപ്പാണ്. അപ്പോൾ ഇവിടെ ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ എന്ന് പറയുമ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ ഇത് കാണാതെ പഠിക്കുന്ന ഒരു അനുഭവമല്ല നമുക്ക് വേണ്ടത്. മറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന വചനത്തിന് എൻ്റെ ജീവിതത്തിൽ ക്രിയ ചെയ്യുവാനായിട്ട് തടസ്സം നിൽക്കുന്ന എന്തെങ്കിലും ഉണ്ടോ നോക്കണം. ഇതാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ഇതില്ലാതെ നമ്മൾ വചനം കേട്ടുകൊണ്ട് ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ വചനം കേൾക്കുന്നെങ്കിലും അത് പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരുന്നില്ല, അല്ലേ? മനസ്സിലായോ? അപ്പോൾ നമ്മൾ വചനം കേട്ട് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ തങ്ങളെ തന്നെ ചതിക്കുന്ന വ്യക്തികളായി തീരും. നമ്മളൊരിക്കലും വചനം കേട്ട് തങ്ങളെ തന്നെ ചതിക്കുന്നവരല്ല, കേട്ട് അനുസരിക്കുന്നവരായിരിക്കണം. അപ്പോൾ ഇവിടെ പറയാണ്, നിങ്ങൾ ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട്. അനുഗ്രഹം അനുഭവിക്കണം. അനുഗ്രഹം എന്ത് ചെയ്യണം? അനുഭവിക്കണം. അത് എൻ്റെ അപ്പോൾ ഈ അനുഗ്രഹം അനുഭവിക്കാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ അനുഗ്രഹം അനുഭവിക്കാനാണ് വിളിച്ചത്. ആ അനുഗ്രഹം ഇപ്പോൾ അനുഭവിക്കണം, അല്ലേ? ഇപ്പോൾ എങ്ങനെ അത് അനുഭവിക്കുന്നത്? ഇപ്പോൾ അത് അനുഭവിക്കുന്നത് ദൈവവചനത്തിൻ്റെ അനുസരണത്തിൽ കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ഇത് അനുഭവിക്കുന്നത്. ഈ അനുഭവം എന്നെ എന്ത് ചെയ്യാണ്, ഈ വരുവാനുള്ള ദൈവരാജ്യത്തിൽ അനുഗ്രഹം അനുഭവിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാക്കി മാറ്റും. മനസ്സിലായോ? ഇപ്പോൾ നമ്മൾ എന്താ ഇപ്പോൾ അനുഗ്രഹം അനുഭവിക്കണമെങ്കിൽ നമ്മൾ വചനത്തിൻ്റെ അനുസരണത്തിനായി നമ്മൾ സമർപ്പിക്കുമ്പോൾ നമുക്ക് എന്താ ഉണ്ടാകുന്നത്? റിജക്ഷൻ ഉണ്ടാകുന്നു, നമുക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നു, അല്ലേ? കൈ ഇടർച്ച വരുത്തിയാൽ വെട്ടിക്കളയാൻ പറഞ്ഞതുപോലെ, കണ്ണിടർച്ച വരുത്തിയാൽ അതിനെ ചൊഴുന്ന് കളയാൻ പറഞ്ഞ പോലെ. ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിനനുസരിക്കുമ്പോൾ. ക്ഷമിക്കാൻ പറയുമ്പോൾ, ഒരു വ്യക്തിയുടെ മുമ്പിൽ താഴാൻ പറയുമ്പോൾ, പിന്നെ 7-70 ക്ഷമിക്കാൻ പറയുമ്പോൾ എളുപ്പമുള്ള കാര്യമാണോ അത്? സഹോദരൻ എന്നോട് പഴിച്ചാൽ എത്ര വട്ടം ക്ഷമിക്കണം എന്ന് കർത്താവ് ചോദിച്ചു. 7-70 വട്ടം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് പറ്റുന്ന കാര്യമാണ്? പറ്റത്തില്ല.
ഇത് ദൈവകൃപയിൽ മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. അതായി പറഞ്ഞതിനർത്ഥം. മനസ്സിലായി? ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ദൈവഹിതത്തിലേക്ക് വളർന്നു വരാൻ പറ്റത്തുള്ളൂ. നമ്മളുടെ ആദാമ്യ പാപപ്രകൃതമുള്ള ഒരു മനസ്സുകൊണ്ട് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ അവിടെ ദൈവത്തിൻ്റെ ജീവൻ വ്യാപരിക്കത്തില്ല, സമയങ്ങൾ പോയിക്കൊണ്ടിരിക്കുക എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ ഇവിടെ അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടു. ഇന്ന് ദൈവവചനത്തിൻ്റെ അനുസരണത്തിലൂടെ ആ അനുഗ്രഹം നമ്മൾ അനുഭവിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കർത്താവ് നമ്മൾ നടത്തും. അത് ആ അനുഭവം അനുഭവിക്കുന്ന വ്യക്തികളാണ് കുടുംബം സ്വർഗീയഭവനമായി തീരുന്നത്. ആ വ്യക്തിബന്ധങ്ങളിലാണ് ഏറ്റവും നല്ല കുടുംബജീവിതം ഉണ്ടാകുന്നത്, ഭാര്യ ഭർത്തൃബന്ധം ഉണ്ടാകുന്നത്. അത് അനുഭവിക്കുന്ന മക്കളും അമ്മയപ്പന്മാരും ആകുമ്പോഴാണ് നല്ലൊരു ഭവനമായിട്ട് തീരുന്നത്. അങ്ങനെയുള്ള വ്യക്തികൾ ഒരു കൂട്ടായ്മയിലേക്ക് വരുമ്പോഴാണ് ആ കൂട്ടായ്മ ഒരു എന്താ പറയുന്നത്, ഒരു ദൈവികമായിട്ടുള്ള ദൈവത്തിൻ്റെ തേജസ് നിറയുന്ന കൂട്ടായ്മയായിട്ട് തീരുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞതിൻ്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ ആ അനുഗ്രഹം അനുഭവിക്കണം. പലരും കർത്താവ് വന്നു കഴിഞ്ഞിട്ട് അത് അനുഭവിക്കുക അല്ലല്ല, ഇന്ന് നമുക്ക് ഈ പറയുന്ന വചനത്തിൻ്റെ ഓരോ കാര്യങ്ങളും അനുഭവിക്കുവാനും അതിൽ നടക്കാനും ഒക്കെയുള്ള അവസരം തന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് വചനം പറഞ്ഞത് ദൈവരാജ്യം നിങ്ങളിലാണെന്ന്. എൻ്റെ ഉള്ളിലാണ് ദൈവരാജ്യം. അപ്പോൾ എൻ്റെ അകത്ത് വന്ന ദൈവരാജ്യത്തിൻ്റെ അനുസരണം ഇന്ന് നമ്മളിൽ വെളിപ്പെട്ട് അത് അനുഭവിച്ച് നമ്മൾ ആ സ്വസ്ഥതയിൽ സമാധാനത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ആ കർത്താവ് ഒരുക്കിയിരിക്കുന്ന ദൈവരാജ്യത്തിലേക്ക് നമ്മൾ പ്രവേശിപ്പിക്കും. മനസ്സിലായോ? പിടിയിട്ട് പറയുന്നത്. അപ്പോൾ അത് ഇന്ന് നടക്കുന്നില്ലെങ്കിൽ കർത്താവ് വരുമ്പോൾ ആ ദൈവരാജ്യത്തിലേക്ക് കയറി പോകാനും പറ്റില്ല എന്നുള്ള കാര്യം മറന്നു പോകരുത്. വചനം കേട്ടിട്ട് നമ്മളിത് കേട്ട് ഒരു കേൾവി മാത്രമായിട്ടിരുന്ന് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഹൃദയത്തെയും അന്തരിന്ദ്രിയത്തെയും ശോധന ചെയ്യുന്ന ഒരു ദൈവമുണ്ട്, അല്ലേ? കർത്താവ് പറഞ്ഞല്ലോ, ഞാൻ അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞുകൊണ്ട്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങളാൽ ദൈവം നിങ്ങളെ ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. അപ്പോൾ ഈ പത്രോസും പറഞ്ഞ ലേഖനങ്ങളും ഇതൊക്കെ പറഞ്ഞത് പത്രോസല്ല പറഞ്ഞത്, കർത്താവാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ കേൾക്കുന്ന വചനം വെച്ച് ദൈവം ന്യായം വിധിക്കുന്ന ഒരു ദിവസത്തിൽ ഞാൻ കേട്ടില്ല എന്ന് നിങ്ങൾക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല, എനിക്കും പറയാൻ പറ്റത്തില്ല. മനസ്സിലായോ? അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? നമുക്ക് ആരോടും കയ്പും പകയും വെറുപ്പും ഇല്ലാത്ത ഒരു അനുഭവത്തിലേക്ക് പോകുന്ന ഒരു ഹൃദയം എനിക്ക് തരണം കർത്താവേ. കർത്താവെ, എൻ്റെ കല്ലുപോലുള്ള ഹൃദയത്തെ മാറ്റി മാംസളമായൊരു ഹൃദയം എനിക്ക് നൽകണം. കർത്താവെ, നിന്റെ കൽപ്പനകൾ എൻ്റെ ഉള്ളിലാക്കി നിന്റെ ചട്ടങ്ങളിൽ എന്നെ നടക്കുമാറാക്കണം എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് ഇത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആ അവസ്ഥകളെ കർത്താവ് മാറ്റുന്നത്. അങ്ങനെ വരുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് പോകാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. അപ്പോൾ ഇവിടെ പറയാണ്, അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടിരിക്കുന്നവരാകിയാൽ അനുഗ്രഹിക്കുന്നവരായിരിപ്പിൻ. എന്നിട്ട് താഴേക്ക് വായിക്കുമ്പോൾ അതിൻ്റെ 10ാമത്തെ വാക്യം, ആ അനുഗ്രഹം എന്നുള്ളത് എന്തായിട്ട് തീരാണ്? ഇവിടെ പറയാണ്, ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ. അപ്പോൾ ഈ അനുഗ്രഹം എന്തായി തീർന്നു? ജീവനായിട്ട് തീർന്നു. എന്ത് ജീവൻ? നിത്യജീവൻ. കണ്ടോ? ജീവനെ ആഗ്രഹിക്കുകയും അടുത്തത് ശുഭകാലം. അപ്പോൾ ഈ അനുഗ്രഹം ജീവനായി, ഈ ജീവൻ എന്നെ എവിടേക്ക് കൊണ്ടുപോകുന്നത്? ശുഭകാലം. ശുഭകാലം എന്ന് പറഞ്ഞാൽ എന്തുവാ? നിത്യത. നിത്യനായ ദൈവത്തോടു കൂടെ നിത്യത മുഴുവൻ വസിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുക. കാണുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇന്ന് നമുക്കത് കാണാൻ പറ്റുന്നില്ല. ദൈവരാജ്യം എന്തല്ല? ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. അതിൽ ക്രിസ്തുവിനെ സേവിക്കുന്നവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവൻ മനുഷ്യർക്ക് കൊള്ളാകുന്നവനാകും. ഇന്ന് നമുക്ക് ആ കർത്താവിൻ്റെ ആ ദൈവരാജ്യത്തെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അത് ആത്മാവിൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ, അല്ലേ? ഇവിടെ പറയാണ്, ജീവനെ ആഗ്രഹിക്കുകയും നിലനിൽക്കുന്ന നിത്യജീവനെ ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും. കണ്ടോ? അപ്പൊ ഇങ്ങനെ ഒരു ഇച്ഛ എൻ്റെ ഉള്ളിലുണ്ടാവണം. അതുകൊണ്ടാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞത്, ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും ദൈവമല്ലോ നിങ്ങളുടെ ഉള്ളിൽ തിരുവുള്ളമുണ്ടായി നിവൃത്തി. അപ്പൊ ഇച്ഛിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഇച്ഛ എൻ്റെ ഉള്ളിലുണ്ടെങ്കിലേ ദൈവത്തിന് എന്നെ അതിലേക്ക് നടത്താൻ പറ്റത്തുള്ളൂ. നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹവുമില്ല, ഒന്നുമില്ല. നമ്മൾ ഇങ്ങനെ അങ്ങ് പോവുകയാണെങ്കിൽ ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കേട്ടോ? ഇച്ഛിക്കുകയും. കണ്ടോ? ജീവനെ ആഗ്രഹിക്കണം, ശുഭകാലം കാണുവാൻ ഇച്ഛിക്കണം. അങ്ങനെ ചെയ്യുന്നവൻ എന്ത് ചെയ്യണം? അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ വ്യക്തിയുടെ വ്യക്തി ജീവിതത്തിൽ വെളിവായി വരും. അങ്ങനെ ഇച്ഛിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം എന്ത് ചെയ്യും? ദോഷം ചെയ്യാതെ തൻ്റെ നാവിനെയും, വായിച്ചട്ടെ, ദോഷം ചെയ്യാതെ നാവിനെയും, 10 മുഴുവൻ വായിച്ചട്ടെ. ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ നാവിനെയും വ്യാജം പറയാതെ അതിരത്തെയും അടക്കിക്കൊള്ളട്ടെ. കേട്ടോ? ദോഷം ചെയ്യാതെ നാവ്. നാവ് ദോഷം ചെയ്യുകയാണോ ചെയ്യുന്നത്? നാവ് പറയല്ല ചെയ്യുന്നത്. പക്ഷെ അത് ആ പറച്ചില് ദൈവം കാണുമ്പോൾ എന്തായിട്ട് വരിക? അത് പ്രവൃത്തിയാവാണ്. ഓക്കെ, നമ്മുടെ വാക്ക് ദൈവസന്നിധിയിൽ പ്രവൃത്തിയാണ്. അത് പലർക്കും മനസ്സിലാവുന്നില്ല. നമ്മൾ പറയുമ്പോൾ ഇങ്ങനെ
വായിൽ തോന്നിയത് മുഴുവൻ വിളിച്ചു പറയുമ്പോൾ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പറയുമ്പോൾ അതൊരു പ്രവൃത്തിയാണെന്ന് ആരും തിരിച്ചറിയുന്നില്ല. നോക്കിയേ, ദോഷം പറയാതെ എന്നല്ല പറഞ്ഞത്, ദോഷം ചെയ്യാതെ. അപ്പം നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും പ്രവൃത്തിക്ക് തുല്യമാണ് കേട്ടോ. ദോഷം ചെയ്യാതെ. അപ്പം ഇത് തിരിച്ചറിയുമ്പോഴാണ് കേൾപ്പാൻ വേഗത, സംസാരിപ്പാൻ സാവധാനം, കോപത്തിന് താമസമുള്ളവനായി തീരുന്നത്. മനസ്സിലായോ? ഇതൊരു എൻ്റെ വാക്കൊരു പ്രവൃത്തിയായിട്ട് വരുന്നുണ്ടെങ്കിൽ, നമ്മളെ ജീവനും മരണവും നിന്റെ നാവിലിരിക്കുന്നു. നമ്മൾ പറയുന്നൊരു വാക്കൊരു പ്രവൃത്തിയായിട്ടാണ് സംഭവിക്കുന്നത് ആത്മമണ്ഡലത്തിൽ. അതുകൊണ്ടാണ് നമ്മളോട് പറയുന്നത് വേഗത്തിൽ കയറി ഒന്നും പറയരുത്. വാക്ക് വളരെ ശ്രദ്ധ നമുക്ക്. കാരണം നമ്മൾ എപ്പോഴും ഇങ്ങനെ ഓരോന്നും പറയാനായിട്ടുള്ള ഒരു സാഹചര്യം പിശാച് എപ്പോഴും ഒരുക്കിക്കൊണ്ടിരിക്കും. വീട്ടിലാവട്ടെ, ജോലി സ്ഥലത്താവട്ടെ, യാത്ര ചെയ്യുമ്പോഴാവട്ടെ, എപ്പോഴും നമ്മൾ നോക്കി ഓരോരോ പ്രശ്നം. ഒരു യുദ്ധം പോലും ഉണ്ടാകുന്ന ഒരു വാക്കുകൊണ്ടാണ് യുദ്ധം ഉണ്ടാകുന്നത്. ഒരു വാക്കുകൾ ഈഗോ ഉളവാക്കുന്നൊരു വാക്ക് പറയുമ്പോൾ തന്നെ പല രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം ഉണ്ടായിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ യാത്രകളിലൊക്കെ പല വഴക്കുകൾ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? വാക്കുകൾ കൊണ്ടാണ്. അവിടെ നമ്മൾ ആത്മസംയമനം പാലിച്ചാൽ, അല്ലെങ്കിൽ ഒന്ന് താണാൽ, അല്ലെങ്കിൽ ഒന്ന് ക്ഷമ പറഞ്ഞാൽ തീരാവുന്ന പല പ്രശ്നങ്ങളും പലവിധമായിട്ടുള്ള വലിയ നഷ്ടങ്ങളിലേക്കൊക്കെ പോകുന്നത് എന്തുകൊണ്ടാണ്? ആ വാക്കൊരു പ്രവൃത്തി ഉണ്ടാക്കുക ചെയ്യുന്നത്. അത് മറന്നുപോയത്. അപ്പോൾ കൊണ്ട് പറയാണ്, ദോഷം ചെയ്യാതെ തൻ്റെ നാവിനെയും വ്യാജം പറയാതെ അതിരത്തെയും അടക്കിക്കൊള്ളട്ടെ. അപ്പോൾ വ്യാജം പറയാനായിട്ട് പ്രേരിപ്പിക്കുക. നുണ എന്ന് പറഞ്ഞാൽ ഒരു ഉളുപ്പുമില്ല നുണ പറയുന്നതാണ് പലരും. പെട്ടെന്ന് അങ്ങ് നുണ പറയുക, അതിനൊരു മടിയുമില്ല. നുണ പറയുന്നതിനൊന്നും ഒരു വിഷയമല്ല. എന്താ കാരണം? ഈ നുണ പറയുന്നത്, ഒരു വ്യക്തി നുണ പറയുന്നുണ്ടെങ്കിൽ ഓർക്കണം, അവൻ്റെ അകത്ത് അല്ലെങ്കിൽ അവളുടെ അകത്ത് പിശാചിൻ്റെ സ്വാധീനം ഉള്ളതുകൊണ്ട് നുണ പറയുന്നത്. അതല്ലാതെ വെറുതെ കയറി നുണ പറയത്തില്ല. കാരണം ദൈവവചനം നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, പിശാച് ആരാണ്? പിശാച് ബോഷ്ക്ക് പറയുന്നവനാണ്, അവൻ്റെ അപ്പനുമാണ്. അവൻ നുണ പറയുമ്പോൾ എവിടെ നിന്ന് എടുത്ത് പറയുന്നത്? സ്വന്തത്തിൽ നിന്നെടുത്ത് പറയുന്നു. മനസ്സിലായോ? അപ്പോൾ പിശാച് ബോഷ്ക്ക്. അപ്പോൾ ഒരു വ്യക്തി ഒരു ഉളുപ്പുമില്ലാതെ നുണ പറയുകയാണെങ്കിലോ, നുണ പറയുമ്പോൾ അതിനർത്ഥം എന്തുവാ? അവൻ്റെ അല്ലെങ്കിൽ അവളുടെ അകത്ത് ഇതിൻ്റെ സ്വാധീനം ഉണ്ടെന്നാണ് അതിനർത്ഥം. മനസ്സിലായോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വചനം കേൾക്കുമ്പോൾ അതിനെന്ത് ചെയ്യണം? നീക്കിക്കളയാൻ. തൻ്റെ ലംഘനങ്ങളെ മറച്ചു വയ്ക്കരുത്. അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നതിന് കരുണ ലഭിക്കും എന്ന് ദൈവവചനം പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഉള്ളിൽ നുണ പറയാനുള്ളൊരു പ്രവണത. അപ്പോൾ ചിലപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു അടി കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ ഒരു ചെറിയൊരു നഷ്ടം വരുമായിരിക്കും. പക്ഷേ സത്യം പറയാനായിട്ടാണ് ദൈവം നമ്മളിന്ന് ആഗ്രഹിക്കുന്നത്. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണം, നിൻ്റെ വചനം സത്യമാണ്. കാരണം എന്തുകൊണ്ടാണ് ഈ നുണ പറയുന്നത്? നുണ പറയുന്നതിൻ്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ അത് പിടിക്കപ്പെടത്തില്ല എന്നുള്ള ചിന്തയിലാണ്, അല്ലെങ്കിൽ അറിയില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ആരും കണ്ടില്ല എന്നുള്ളത്. പിശാച് എപ്പോഴും അങ്ങനെയാണ് നുണ പറയാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. ഇപ്പോൾ അതാരും കണ്ടിട്ടില്ലല്ലോ. പക്ഷേ ദൈവം കാണുന്നുണ്ടെന്നുള്ളൊരു ബോധ്യമുള്ളൊരു വ്യക്തിക്ക് മാത്രമേ സത്യത്തിൽ നടക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? നമ്മൾ ഈ കാര്യം മറന്നുപോയത്. ആരും കാണുന്നില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കണ്ണിനെ മറച്ചു വെച്ചുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പിശാച് നമ്മളോട് പറയുകയാണ്, പിശാച് ആദ്യം മുതൽ നുണ പറയുന്നവനാണ്, അവൻ്റെ അപ്പനാണ്. ആ നുണയിൽ കൂടിയാണ് പിശാച് എന്ത് ചെയ്തത്? സർപ്പം ഹവ്വായി ഉപായത്താൽ ചതിച്ചത്. അത് തിന്നോ കുഴപ്പമില്ല, ഈ ദൈവത്തെ പോലെ ആകുന്നതുകൊണ്ട് നുണ പറഞ്ഞിട്ടാണ് വശീകരിച്ചത്. അപ്പോൾ ആ നുണ എന്ത് ചെയ്തു? അവളിലേക്ക് വ്യാപരിച്ചു, അത് ആദാമിലേക്ക് പകർന്നു. ആദാം മുതൽ അത് വാണുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ എല്ലാവരിലും ഇതുണ്ട്, ഇതിനുള്ള ടെൻഡൻസി ഉണ്ട്. സാഹചര്യങ്ങളുടെ നടുവിൽ നുണ പറയാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ചുമ്മാ നുണ പറയും, പെട്ടെന്ന് കയറി നുണ പറയാനായിട്ടാണ്. സത്യം പറയാനാണോ എല്ലാവരുടെ ഹൃദയത്തിൽ ആഗ്രഹമുണ്ട്? അല്ല, നുണ പറയാനായിട്ടാണ്. ഒരു കാര്യം ചോദിക്കുമ്പോൾ പെട്ടെന്ന് നുണ പറയാം. എന്തിനാ അത് പറയുന്നതെന്ന് വെച്ചാൽ പലർക്കും അറിയത്തില്ല, സത്യം പറയത്തില്ല. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പിശാച് തൻ്റെ ആധിപത്യം ഉറപ്പിച്ചുകൊണ്ടിരിക്കും. മനസ്സിലായോ? മറിച്ച് സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണം, നിന്റെ വചനം സത്യമാണ് എന്നുള്ള ഒരു ബോധ്യം ഒരു വ്യക്തിക്കുണ്ടെങ്കിൽ സത്യത്തിലേക്കാണ് നയിക്കപ്പെടുക. ഞാൻ നുണ പറയത്തില്ല, അല്ലെങ്കിൽ വ്യാജം ഞാൻ ചെയ്യത്തില്ല, അനുസരണക്കേട് ഞാൻ ചെയ്യത്തില്ല, ദൈവവചനത്തിന് അനുസരിക്കുകയാണ് ഞാൻ നടക്കും. ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന് വിധേയപ്പെടും, ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം കർത്താവിന് വിധേയപ്പെടും, മക്കളെ സംബന്ധിച്ചിടത്തോളം അമ്മയപ്പന്മാരെ അനുസരിക്കുകയും ബഹുമാനിക്കുകയും കീഴ്പ്പെടുകയും ചെയ്യും. എന്തിനനുസരിക്കുകയും ബഹുമാനിക്കുകയും കീഴ്പ്പെടുകയും ചെയ്യുന്നത്? മക്കള് നന്മയുണ്ടാകണം, ദീർഘായുസ്സും ഉണ്ടാകണം. അപ്പോൾ അനുസരണവും ബഹുമാനവും മക്കളിൽ എന്തുണ്ടാകും? നന്മയുണ്ടാക്കും, ദീർഘായുസ്സും ഉണ്ടാക്കും. അപ്പോൾ അനുസരണക്കേടും ബഹുമാനമില്ലായ്മയും കള്ളത്തരം എന്തുണ്ടാക്കും? നന്മയുണ്ടാക്കത്തില്ല, ദീർഘായുസ്സും കുറയ്ക്കും. മനസ്സിലായോ? അപ്പോൾ ഉത്തരവാദിത്വമാണ് അത്, വാഗ്ദത്തത്തോടു കൂടിയ കൽപ്പനയാണ്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സ് പലപ്പോഴും അതിനെ റിബലാകാൻ വേണ്ടി പ്രേരിപ്പിക്കുമ്പോൾ വചനത്തിൻ്റെ അനുസരണത്തിലേക്ക് നമ്മൾ മനസ്സ് പുതുക്കണം. അപ്പോൾ കള്ളത്തരങ്ങൾ നീക്കിക്കളയണം, വ്യാജം നീക്കിക്കളയണം, ഓരോ കാര്യങ്ങളും അല്ലേ? പത്രോസിൻ്റെ ഇപ്പം നമ്മൾ വായിച്ച അതേ
അധ്യായത്തിന്റെ മൂന്നാം അധ്യായം തുടങ്ങുമെന്ന് പറയുന്നത്? ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പിൻ. കണ്ടോ, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പിൻ. കീഴടക്കണമെന്നല്ല, അതൊരു ഭാര്യ തിരിച്ചറിയുമ്പോഴാണ് സംഭവിക്കുന്നത്. എന്നിട്ട് പറയാണ് അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടു കൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാൻ ഇടയാകും. അപ്പൊ ഇത് ഭാര്യ അറിഞ്ഞെങ്കിൽ, ഒരു ഭാര്യ അറിഞ്ഞാൽ എത്ര പ്രയോജനമുള്ളൊരു വാക്യം ഇത്. നോക്കിയേ, കണ്ടോ, കീഴടങ്ങിയിരിപ്പിൻ അവരിൽ വല്ലവരും എന്ന് പറഞ്ഞാൽ ഭർത്താക്കന്മാരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടുകൂടിയ ഭാര്യയുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ഭർത്താവ് ചേർന്ന് വരുവാൻ ഇടയാകും. ഇതൊന്നും ആരും കാണുകയില്ല. മനസ്സിലായോ? എന്നിട്ട് പറയും, നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമെയുള്ളതല്ല, സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യനായിരിക്കണം. കണ്ടോ, ഗൂഢമനുഷ്യൻ, അകത്താണ് കാര്യങ്ങൾ. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാണ്. കണ്ടോ, എന്നിട്ട് താഴേക്ക് വായിക്കുമ്പോൾ പറയുന്നുണ്ട്, ഭർത്താക്കന്മാരെ, 7ാമത്തെ വാക്യം വായിച്ചേ. അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോട് കൂടി വസിച്ച് സ്ത്രീജനം ബലഹീന പാത്രമെന്നും അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികൾ എന്നും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുക്കും. അപ്പൊ കറക്റ്റ് ഈ പറയുന്ന പോലെ കാര്യങ്ങൾ നടത്തിയില്ലെങ്കിൽ പ്രാർത്ഥന എങ്ങ് മുടങ്ങുന്നു. കണ്ടോ, അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ. അപ്പൊ വിവേകമില്ലെങ്കിൽ ആദ്യം മുടങ്ങുന്നത് എന്തായിരിക്കും? പ്രാർത്ഥനയായിരിക്കും. കാരണം രണ്ടുപേരെ ഐക്യമെത്തിപ്പെടാതെ പ്രാർത്ഥിച്ചിട്ട് കഥയില്ലാത്തതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ പിശാച് എന്താ ഉണ്ടാക്കുക? ഭാര്യ ഭർത്തൃബന്ധത്തിൽ വിള്ളലുണ്ടാക്കും, നീരസം ഉണ്ടാക്കും, പിണക്കം ഉണ്ടാക്കും, വഴക്കുണ്ടാക്കും. അപ്പൊ ആദ്യം പോകുന്നത് എന്തായിരിക്കും? പ്രാർത്ഥനയായിരിക്കും. അല്ലാതെ ഭക്ഷണം കഴിക്കുന്നതിലൊന്നും ബുദ്ധിമുട്ട് കാണത്തില്ല. കണ്ടോ, എത്ര കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നത്. പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ. അപ്പോൾ ഭർത്താവിന് എന്ത് വേണം? വിവേകം വേണം. സ്ത്രീജനങ്ങൾ ഇവരെന്ത് ചെയ്യണം? വിവേകത്തോടെ ഭാര്യമാരോട് കൂടെ വസിച്ച് സ്ത്രീജനം ബലഹീന പാത്രമെന്നും അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളെന്നും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുക്കണം. എന്ന് പറഞ്ഞാൽ ഈ ഭർത്താവിന്റെ ഉത്തരവാദിത്തമാണ് ഭാര്യയെയും എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ കൊണ്ട് നിർത്തുക എന്നുള്ളത്. തനിച്ചു പോയി നിൽക്കാനല്ല, ഭാര്യയെ കുറവുകളോടുകൂടെ സ്നേഹിച്ച് ബഹുമാനിച്ച് അവരെ ഒരുക്കി കുറവുകളോടെ സ്നേഹിക്കുന്ന ഒരു ഹൃദയം ഉണ്ടായി അവരെയും ദൈവസന്നിധിയിൽ നിർത്തത്തക്ക രീതിയിൽ ഒരുങ്ങണം. അപ്പോൾ ഇതൊക്കെ ഭർത്താവിനോടും ഭാര്യയോടൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ദൈവസഭയിൽ വരുന്ന ഓരോ വ്യക്തികളും അറിയണം. അങ്ങനെ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഓരോരോ തലത്തിലോട്ട് നമുക്ക് കയറി വരാനായിട്ട് പറ്റും. എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിന് 1-ാം വാക്യം ഒന്ന് വായിച്ച്. മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിനനുസരിച്ച്. അപ്പൊ മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ നമുക്ക് തോന്നും പോലെ അനുസരിക്കാനല്ല പറഞ്ഞത്. കർത്താവിൽ എന്ന് പറഞ്ഞൊരു വാക്യമുണ്ട് അവിടെ. കർത്താവിൽ അനുസരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളും മാതാപിതാക്കൾ പറയുന്നത് ചിലപ്പോൾ അനുസരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരിക്കാം പലപ്പോഴും. പക്ഷേ കർത്താവിൽ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം, കർത്താവെ ഈ മാതാപിതാക്കൾ പറയുന്ന കാര്യം അനുസരിക്കാൻ നിന്റെ കൃപ എൻ്റെ മേൽ പകരണം. കർത്താവ് കൃപ പകരും. ആ കൃപ നമ്മളെ മാതാപിതാക്കളെ ബഹുമാനിപ്പാനും അനുസരിപ്പാനും കീഴ്പ്പെടുവാനും നമ്മളെ സഹായിക്കും. ഒപ്പം തന്നെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവം കൃപ തോന്നുമാറാക്കും. എന്നിട്ട് വായിച്ചേ. മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിനനുസരിപ്പിൻ, അത് ന്യായമല്ലോ. നിനക്ക് നന്മ ഉണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടിരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തത്തോടു കൂടിയ ആദ്യ കൽപ്പനയാണ്. അപ്പൊ വാഗ്ദത്തം അതിന് നൽകിയിരിക്കുകയാണ് ദൈവം. വാഗ്ദത്തത്തോടു കൂടിയ ഒരു കൽപ്പനയെ ഇത്ര കൃത്യമായിട്ട് ദൈവം വെളിപ്പെടുത്തി തന്നിട്ട് അതിനെ മറച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ മറന്നും കൊണ്ട് ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കണം എന്ന് പറഞ്ഞാൽ അത് കിട്ടത്തില്ല. വാഗ്ദത്തത്തോടു കൂടി എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ദൈവത്തിന്റെ വാഗ്ദത്തം എത്രയുണ്ടെങ്കിലും അത് ക്രിസ്തുവിൽ ഉവ്വ് എന്നും ആമേൻ. അപ്പോൾ അത് ഉവ്വാകാനും ആമേനാകാനും നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാനും അത് അനുഭവിക്കുവാനും വചനം അനുസരിക്കുക വേണ്ടത്. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അപ്പനെ അമ്മേനെയും മാറ്റുക എന്നുള്ളതല്ല, അപ്പൻ്റെ അമ്മേൻ്റെ സ്വഭാവത്തെ മാറ്റുക എന്നുള്ളതല്ല. അപ്പനമ്മയ്ക്ക് എന്നോട് കൃപ തോന്നുന്ന ഒരു അനുഭവത്തിലേക്ക് അവരുടെ ഹൃദയങ്ങളെ ദൈവം അങ്ങ് ഒരുക്കണം. നിന്റെ ഹിതം എന്താണ്? അത് നിറവേറണം. അപ്പനോടും അമ്മയോടും ക്ഷമിക്കേണ്ടത് ക്ഷമിക്കാൻ, മറക്കേണ്ടത് മറക്കാൻ, പൊറുക്കേണ്ടത് പൊറുക്കാൻ കൃപ നൽകണമെന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അവിടെ ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പ്രവൃത്തി ഉണ്ടാകും. അത് മക്കളുടെ ജീവിതത്തിൽ, കാരണം ഓരോ അപ്പനമ്മമാർക്കും അവർക്കും അപ്പനമ്മമാരുണ്ട് അല്ലേ? അപ്പോൾ അപ്പനമ്മമാരുടെ ഉത്തരവാദിത്വമാണ് അവരുടെ അപ്പനമ്മമാരെ എന്ത് ചെയ്യണം? ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും അവരെ കരുതുകയും ചെയ്യാന്നുള്ളത് ആ അപ്പനമ്മമാരുടെ ഉത്തരവാദിത്തം. പലപ്പോഴും ഇത് കേൾക്കുമ്പോൾ ഇപ്പൊ അപ്പനമ്മമാരായ പലരും കേൾക്കുമ്പോൾ അവരുടെ മക്കളെ കുറിച്ച് ഓർക്കുന്നത്. പക്ഷേ ഈ കേൾക്കുന്ന അപ്പനമ്മമാർക്കും എന്തുണ്ട്? അവർക്ക് അപ്പനമ്മയുണ്ടെന്നുള്ള കാര്യം ഓർക്കുന്നില്ല പലരും. അത് നമ്മൾ ഓർക്കണം.
മനസ്സിലായോ? ഇത് മറന്നു പോകും പലപ്പോഴും. കാരണം പിശാച് ഭയങ്കര തന്ത്രശാലി ആയതുകൊണ്ടേ മക്കളെ എന്ന് പറയുന്ന വശം ഓർക്കുന്നത് എന്തായിരിക്കും? നമ്മുടെ മക്കളെ കുറിച്ച് ഓർക്കും. പക്ഷേ നമ്മുടെ അമ്മയപ്പന്മാരെ കുറിച്ച് നമ്മൾ ഓർക്കണം. അവരെ ബഹുമാനിക്കാതെ, അവരനുസരിക്കാതെ, ഒരു അനുഗ്രഹം അനുഭവിക്കാനായിട്ട് ദൈവവചനം വെച്ചിരിക്കുന്ന ആ അനുഗ്രഹത്തിന് തടസ്സം നിൽക്കുന്ന രീതിയിൽ എൻ്റെ വ്യക്തി ജീവിതത്തിൽ അവരോട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? ഏറ്റുപറയണം, ക്ഷമ പറയണം, ആ ദൈവസന്നിധി നിരപ്പ് പ്രാപിക്കണം, അവരോട് നിരപ്പ് പ്രാപിക്കണം. അങ്ങനെ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് ഇടയാകുന്നത്. അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങളും ഈ വചനം ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ അവിടുന്ന് ഇവിടുന്ന് എടുത്തൊക്കെ പറഞ്ഞു തരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വ്യക്തി ജീവിതത്തെ പണിയുന്ന ദൈവപ്രവൃത്തിയാണ് പരിശുദ്ധാത്മാവ് നമ്മൾ ചെയ്തെടുക്കുന്നത്. മനസ്സിലായി? അപ്പോൾ ഇവിടെ പറയാ, ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ നാവിനെയും വ്യാജം പറയാതെ അധരത്തെയും അടക്കിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാ കാര്യങ്ങളും അങ്ങ് പറഞ്ഞ് തൃപ്തരാകേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഈ നമ്മളുടെ ഈ ജഡത്തിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഉള്ളിൽ വന്ന് വിങ്ങുന്ന കാര്യങ്ങൾ മുഴുവൻ അങ്ങ് വിളമ്പെങ്കിൽ എന്ത് ചെയ്യത്തുള്ളൂ? ഒരു ഫ്രീ വരത്തുള്ളൂ. അത് സോളിൻ്റെ ഫ്രീഡമാണ്. അതെല്ലാം നമ്മൾ പുറത്തോട്ട് ചൊരിയേണ്ട കാര്യമില്ല. അത് ദൈവകൃപയിൽ ആശ്രയിച്ച് കഴിഞ്ഞാൽ അത് അകത്ത് വെച്ച് തന്നെ നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും? അതിനെ നീക്കിക്കളയാനായിട്ട് പറ്റും. മനസ്സിലായോ? അതുകൊണ്ട് പറയുന്നതോ, ദോഷം ചെയ്യാതെ നാവിനെയും വ്യാജം പറയാതെ അധരത്തെയും അടക്കിക്കൊള്ളണം. അധരത്തെ അടക്കിക്കൊള്ളണം. അപ്പം നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ അതൊരു വ്യതയായിട്ട് മാറും. മറിച്ച് അങ്ങനെ പറയുവാനുള്ള എൻ്റെ മനസ്സിൻ്റെ ത്വരയെ അല്ലെങ്കിൽ എൻ്റെ മനസ്സിൻ്റെ അസ്വസ്ഥതയെ ദൈവകൃപയിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ അത് നീക്കിക്കളയാനും ആ അകത്ത് വെച്ച് തന്നെ ആ പറയേണ്ടുന്ന ആ സംഭവത്തിന് പകരം അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ പറയാനും പറ്റും. കണ്ടോ? നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടത് വിളിക്കപ്പെട്ടു എന്ന് മുകളിൽ പറഞ്ഞില്ലേ? നിങ്ങളിവിടെ ഇല്ലേ? എൻ്റെ കൂടെ ഇല്ലേ എല്ലാവരും? നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് ഈ അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ നമ്മൾ അകത്തുനിന്ന് തന്നെ അങ്ങ് പറയാന്ന്. ഈ ശാപവാക്കുകളും കയ്പിൻ്റെയും പകയുടെയും വെറുപ്പിൻ്റെയും വാക്കുകൾ പറഞ്ഞ് എൻ്റെ മനസ്സിനൊരു സുഖം കിട്ടുന്ന അവസ്ഥയിലേക്ക് പോകേണ്ട കാര്യമില്ല. അവിടെ വെച്ച് തന്നെ എൻ്റെ ആത്മാവിൽ കാര്യങ്ങൾ ഗ്രഹിച്ച് മനസ്സിനെ പുതുക്കാന്നായി പറഞ്ഞത്. അത് പഠിക്കണം. അത് അങ്ങനെ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ആത്മാവിൽ എന്ത് ചെയ്യാൻ പറ്റും? കയറി കയറി വരാനായിട്ട് പറ്റും. അപ്പോൾ യാക്കോബിൻ്റെ ലേഖനത്തിൽ ഒരു വാക്യം നമുക്ക് നോക്കാം. യാക്കോബിൻ്റെ ലേഖനം അതിൻ്റെ 3:15. യാക്കോബ്, ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല, ഭൗമികവും പ്രാകൃതവും പൈശാചികവുമായതത്രേ. ഈർഷ്യയും ഷാഢ്യവും ഉള്ളിടത്ത് കലക്കവും സകല ദുഷ്പ്രവൃത്തിയും ഉണ്ട്. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഇവിടെ പറയാണ്, ഇത് ഉയരത്തിൽ നിന്നും വരുന്ന ജ്ഞാനം അല്ല. കണ്ടോ? അപ്പോൾ ഉയരത്തിൽ നിന്നും വരുന്ന ജ്ഞാനമുണ്ട്, അല്ലാത്ത ജ്ഞാനമുണ്ട്. കേട്ടോ? എന്താണ് മുകളിൽ പറഞ്ഞ ഒരു 14ാമത്തെ വാക്യം എന്ന് വായിച്ചേ? എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയും. ഹൃദയത്തിൽ, ശ്രദ്ധിക്കണം ഇവിടെ വാക്ക്, ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യ. അപ്പൊ ഹൃദയത്തിൽ കയ്പുണ്ടെങ്കിൽ അത് ഈർഷ്യ ഉണ്ടാക്കും. ആരോടെ ഈർഷ്യ ഉണ്ടാക്കുന്നത്? ഈർഷ്യ ആരോടെ ഉണ്ടാക്കുന്നത്? ആരോടാണ് കയ്പുണ്ടാക്കുന്നത്? ആ കയ്പുള്ള വ്യക്തിയോടാണ് എനിക്ക് ഈർഷ്യ ഉള്ളത്, അല്ലേ? അല്ലാതെ എല്ലാവരോടും നമുക്ക് ഈർഷ്യ ഉണ്ട്? ഇല്ല. എനിക്കൊരു വ്യക്തിയോട് കയ്പുണ്ടെങ്കിൽ ആ വ്യക്തിയോട് എനിക്കെന്തുണ്ടാവും? ഈർഷ്യ ഉണ്ടാകും. ആ വ്യക്തി എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല, ആ വ്യക്തി എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ആ വ്യക്തിയെ നമ്മളെപ്പോഴും എന്ത് ചെയ്യും? നമ്മൾ നീക്കിക്കളയാൻ ശ്രമിക്കുന്നത്. അതല്ല വേണ്ടത്. നമ്മളെപ്പോഴും ആ വ്യക്തിയിൽ നിന്ന് അകലാനും അല്ലെങ്കിൽ ആ വ്യക്തിയെ നമ്മളിൽ നിന്നും അകറ്റാനും ശ്രമിക്കുമ്പോൾ നമ്മൾ അകലുന്നതും ആ വ്യക്തിയെ അകറ്റുന്നതും അല്ല ദൈവപ്രവൃത്തി. മറിച്ച് നമ്മളുടെ അകത്ത് ഒരു പണി നടക്കുന്നതാണ് ദൈവപ്രവൃത്തി. നമ്മൾ ആ വ്യക്തി അകറ്റിയതുകൊണ്ട് മാത്രം കാര്യമില്ല, നമ്മൾ ആ വ്യക്തിയിൽ നിന്ന് അകന്നതും കൊണ്ടും കാര്യമില്ല. എൻ്റെ അകത്ത് അവിടെ ഒരു പണി നടന്നിട്ടില്ല എങ്കിൽ വേറൊരു വ്യക്തിയിൽ കൂടി ഇതേ പ്രശ്നം ഉണ്ടാവും. പിടിയിട്ടോ? കണ്ടോ? അപ്പോൾ ഇവിടെ പറയാണ് യാക്കോബ്, എന്താ പറയുന്നത്? ഇത് എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യ. നിങ്ങൾക്ക് ഹൃദയത്തിൽ, അപ്പം എൻ്റെ ഹൃദയത്തിൽ കയ്പും ഈർഷ്യ ഉണ്ടെന്ന് ഞാൻ നോക്കണം. എൻ്റെ ഹൃദയത്തിൽ കയ്പും ഈർഷ്യയും ഉളവായി വരാനായിട്ടൊരു വ്യക്തിയെ ദൈവം ഉപയോഗിച്ചെങ്കിൽ ആ വ്യക്തിയോട് എനിക്ക് കയ്പും ഈർഷ്യ ഉണ്ടാവില്ല വേണ്ടത്. മറിച്ച് ആ വ്യക്തിയുടെ ഒരു പ്രവൃത്തി എൻ്റെ അകത്ത് കയ്പും ഈർഷ്യയും ഉളവാക്കിയെങ്കിൽ, കർത്താവേ എൻ്റെ അകത്തുളവായി കയ്പിനെയും ഈർഷ്യയും നീക്കിക്കളയാൻ നീ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കേണ്ടത്. മനസ്സിലായില്ല? പിടിയിടുന്നു. അതല്ലാതെ ഞാൻ ആ വ്യക്തിയെ മാറ്റി അല്ലെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് ഞാൻ അകന്നു, എൻ്റെ അകത്തുള്ള കയ്പും ഈർഷ്യം പോവുമോ? ഇല്ല. അതേ വ്യക്തിയുടെ വേറൊരു വ്യക്തിയെ കൊണ്ടുവന്നിട്ട് ആ വ്യക്തിയുടെ വേറൊരു രീതിയിൽ വാക്കുകളും പ്രവൃത്തികളും വരുമ്പോൾ എൻ്റെ അകത്ത് അന്നുളവായ അതേ കയ്പും വെറുപ്പും എന്ത് ചെയ്യും? ഉളവായി വരും. അപ്പം നമ്മൾ അകത്തുനിന്ന് അതിനെ നീക്കിക്കളയണം. അതുകൊണ്ട് പറയുന്നത് ഹൃദയത്തിൽ, കണ്ടോ? എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ
കയ്പുള്ള ഈർഷ്യയും ഷാഠ്യവും ഉണ്ടെങ്കിൽ. കണ്ടോ? അപ്പോൾ നോക്കിയേ, എവിടെയാണ് സംഭവം? ഹൃദയത്തിൽ. എന്തൊക്കെയാണ്? കയ്പ്. കയ്പ് എവിടേക്ക് കൊണ്ടുപോകുന്നു? ഈർഷ്യയിലേക്ക് എന്ന് പറഞ്ഞാൽ ഒരു അകൽച്ചയിലേക്ക്. അടുത്ത് എന്ത് കൊണ്ടുവന്നു? ഷാഠ്യം. കണ്ടോ? ഷാഠ്യം എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? എന്താ ഷാഠ്യം എന്ന് പറഞ്ഞാൽ? ഞാൻ പറയുന്ന കാര്യമാണ് ശരി, അതാണ് ഷാഠ്യം എന്ന് പറയുന്നത്. എനിക്ക് അവിടെ ഒരു മാറ്റത്തിന് ഞാൻ തയ്യാറല്ല, അതിനാണ് ഷാഠ്യം എന്ന് പറയുന്നത്. മറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിനെ പുതുക്കണം. ഷാഠ്യം ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും ബോഷ്ക് പറയുകയും ചെയ്യരുത്. സത്യം എന്തുവാ? ദൈവവചനമാണ് സത്യം. വചനം പറയുന്നത് മനസ്സിലാക്കാതെ, അതിനനുസരിക്കാതെ, അതിന് വിധേയപ്പെടാതെ, അതിനൊത്തവണ്ണം ഞാൻ എൻ്റെ മനസ്സിനെ പുതുക്കാതെ ഞാൻ എൻ്റെ ഹൃദയം കഠിനപ്പെടുത്തിയാൽ, ഇവിടെ പറയാണ് സത്യത്തിന് വിരോധമായി ബോഷ്ക് പറയരുത്. നമ്മൾ ഈ ന്യായീകരിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? നമ്മൾ സ്വയമായി സംഭാഷിക്കും. കാരണം എപ്പോഴും ഞാൻ എന്നെ തന്നെ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക, അല്ലേ? അപ്പോൾ അതുകൊണ്ടിവിടെ പറയുന്നതോ, സത്യത്തിന് വിരോധമായി. സത്യം എന്തുവാ? വചനമാണ്. ആ വചനം എന്തോ പറയുന്നത്? അത് മനസ്സിലാക്കാതെ, ആ വചനത്തിനൊത്തവണ്ണം എൻ്റെ മനസ്സിനെ പുതുക്കാതെ ഞാൻ എന്നെ തന്നെ ന്യായീകരിക്കുവാൻ വേണ്ടി സംസാരിക്കുമ്പോൾ അവിടെ പറയാണ് അത് ബോഷ്കാണ്. കണ്ടോ? സത്യത്തിന് വിരോധമായി പ്രശംസിക്കരുത്. എന്നാൽ സ്വയം പ്രശംസിക്കുക. ഞാൻ എന്നെ തന്നെ, ഞാനാണ് ശരി എന്നുള്ളൊരു അനുഭവത്തിലേക്ക് വരുമ്പോൾ ഇവിടെ പറയാണ് പ്രശംസിക്കരുത്, ബോഷ്ക് പറയരുത്. എന്നിട്ട് പറയാം, ഇങ്ങനെയുള്ളൊരു പ്രവണത നമ്മളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉയരത്തിൽ നിന്നും വരുന്ന ജ്ഞാനമല്ല. കണ്ടോ? അപ്പോൾ ഇങ്ങനെയുള്ളൊരു ജ്ഞാനം ആളുകളുടെ ഉള്ളിലുണ്ട്. നമുക്ക് വേണ്ട ദൈവിക ജ്ഞാനമാണ്. ദൈവത്തിൻ്റെ ജ്ഞാനം ഒരു വ്യക്തിക്ക് ഉണ്ടാവണമെങ്കിൽ വചനത്തിൻ്റെ അനുസരണത്തിൽ കൂടിയുള്ള ജീവനാലാണ് ജ്ഞാനം നിറയുന്നത്. ഈ ജ്ഞാനം വരാൻ പ്രത്യേകിച്ച് ഒന്നും വേണ്ട. അത് നമ്മളുടെ മനസ്സ് പുതുക്കാതിരുന്നാലും എഡാമിക് നേച്ചറിൽ കിടക്കുന്ന ഈ സംഭവത്തിൽ കൂടി സ്വയജ്ഞാനം, സ്വയത്തെ ഉയർത്തുന്ന ജ്ഞാനം, ഞാനാണ് ശരിയെന്ന് പറഞ്ഞ് മുറുകെ പിടിക്കുന്ന ജ്ഞാനം. അവിടെ ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല, ഭൗമികവും പ്രാകൃതവും പൈശാചികവുമായ ജ്ഞാനമത്രേ. കണ്ടോ? ഭൗമികം എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ, സർവ്വലോകം ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. അപ്പോൾ ഇതിന്റെ പിന്നിൽ ദുഷ്ടനാണ്, പിശാചാണ്. പ്രാകൃതം എന്ന് പറഞ്ഞാൽ ആദത്തെയും ഹവ്വയെയും ചതിച്ച് അതുമൂലം മനുഷ്യനിൽ ഉളവായി വന്ന സംഭവം എന്ന് പറഞ്ഞതിനർത്ഥം. അതാണ് ഈ പ്രാകൃതം എന്ന് പറയുന്നത്. അടുത്തത് പൈശാചികം എന്ന് പറഞ്ഞാൽ ഇതിന്റെ പിന്നിൽ വ്യാപരിക്കുന്നത് പിശാചാണ്. മനസ്സിലായോ? കണ്ടു പറയുന്നുണ്ടോ? പൈശാചികവും ആയതത്രേ. എന്നിട്ട് പിന്നെ എടുത്തു പറയാണ് ഈർഷ്യയും ഷാഠ്യവും ഉള്ളയിടത്ത് കലക്കവും സകല ദുഷ്പ്രവൃത്തിയുമുണ്ട്. കണ്ടോ? ഈർഷ്യയും ഷാഠ്യം ഒരു വ്യക്തിയുടെ ഉള്ളിലുണ്ടെങ്കിൽ എന്തുണ്ടാവും? കലക്കവും ദുഷ്പ്രവൃത്തി എന്ന് പറഞ്ഞാൽ പിശാചിനാൽ നിയന്ത്രിക്കപ്പെടുന്ന പല പ്രവൃത്തികൾ ഉണ്ടാകും ആ വ്യക്തിയുടെ ഉള്ളിൽ, ആ ഭവനത്തിൽ, ആ വ്യക്തി ചെല്ലുന്നിടങ്ങളിലൊക്കെ ഇത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നിട്ട് പറയാണ് 17-ാമത്തെ വാക്യം, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ. എന്നിട്ട് നമുക്ക് വേണ്ടത് എന്തുവാ? ഉയരത്തിലെ ജ്ഞാനമാണ്. എന്നിട്ട് പറയാണ് അത് ഒന്നാമത് നിർമ്മലം. കേട്ടോ? ഉയരത്തിലെ ജ്ഞാനം എപ്പോഴും നമ്മൾ നിർമ്മലീകരിക്കും, ശുദ്ധീകരിക്കും, വിശുദ്ധീകരിക്കും, ദൈവിക സ്വഭാവത്തിലേക്ക് നടത്തും. ഈ സംഭവങ്ങൾ നീക്കിക്കളയാൻ വേണ്ടി ശ്രമിക്കും. അത് നമ്മളൊരു ഗോഡ്ലി ക്യാരക്ടറിലേക്ക് കൊണ്ടുപോകും. യേശുവിനെ കാണുന്ന വ്യക്തിത്വങ്ങളായി നമ്മളെ മാറ്റുകയാണ് ചെയ്തതാണ് നിർമ്മലം. കണ്ടോ? നിർമ്മലമാണ്. അടുത്തത് സമാധാനമുണ്ടാക്കും. കണ്ടോ? മുകളിലുള്ളത് സമാധാനം ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് അകന്നു പോവുകയാണ് ചെയ്യുന്നത്, അകറ്റിക്കളയുക ചെയ്യുന്നത്, അല്ലേ? മറിച്ച് ഇവിടെ എന്താ ചെയ്യുന്നത്? എല്ലാവരോടും സമാധാനം ആചരിക്കുന്ന ഹൃദയമായി മാറും. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണത്തില്ല. കണ്ടോ? സമാധാനം. അടുത്ത് ശാന്തതയും. പെട്ടെന്ന് പൊട്ടിത്തെറികളില്ല. മനസ്സിലായോ? ശാന്ത മനസ്സ് ദേഹത്തിന് ജീവൻ. കേട്ടോ? ശാന്തതയുള്ള, പെട്ടെന്ന് കാര്യം പറയല്ല, കേൾപ്പാൻ വേഗത, സംസാരിപ്പാൻ സാവധാനം, അതാണ് ശാന്തത. അടുത്തത് ശാന്തതയുള്ളതും പിന്നെ അനുസരണമുള്ളത്. കണ്ടോ? നേരത്തെ കുറെ അനുസരണം പറഞ്ഞു. മക്കളനുസരിക്കണം, ഭർത്താവ് അനുസരിക്കണം, ഭാര്യ അനുസരിക്കണം. വേണ്ടേ? എന്തനുസരിക്കണം? വചനം അനുസരിക്കണം. വചനം അനുസരിക്കുമ്പോഴാണ് വ്യക്തികൾ പണിയപ്പെടുന്നത്. അത് ഭാര്യയാണെങ്കിൽ ഭാര്യ, ഭർത്താവാണെങ്കിൽ ഭർത്താവ്, മക്കളാണെങ്കിൽ മക്കൾ, ശുശ്രൂഷക്കാരനാണെങ്കിൽ ശുശ്രൂഷക്കാരൻ. അവരെല്ലാം ദൈവത്തിന്റെ കൃപയിൽ എന്ത് ചെയ്യും? അനുസരിക്കും. അനുസരണമുള്ളതും പിന്നെ കരുണയും. കണ്ടോ? കരുണ എന്ത് ചെയ്യും? ഒരു വ്യക്തിയുടെ കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കും. മറ്റേത് എന്താ ചെയ്യാം? മുകളിലുള്ള സംഭവം കരുണയെ തോന്നത്തില്ല നമുക്ക്. ഈർഷ്യയും കയ്പും വന്നു കഴിഞ്ഞാൽ കരുണ തോന്നില്ല വ്യക്തിയോട്. ദൈവത്തിന്റെ കൃപയാണ് എനിക്ക് കരുണ തോന്നണം എന്നുള്ളവരോട് കരുണ തോന്നാൻ. ദൈവത്തിന് നമ്മളോട് കരുണ തോന്നണമെങ്കിൽ നമ്മളും മറ്റു വ്യക്തിയോട് ക്ഷമിക്കാനുള്ള ഒരു ഹൃദയം നമുക്കുണ്ട്. അങ്ങനെയാണെങ്കിലേ കർത്താവിന്റെ കരുണ നമുക്ക് വരത്തുള്ളൂ. കണ്ടോ? കരുണയുള്ളതും. അടുത്തത് സൽഫലം നിറഞ്ഞതും. കണ്ടോ? സൽഫലം നിറഞ്ഞെന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും സൽഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന വാക്കുകളിലും പ്രവൃത്തികളിലും ഇടപെടലുകളിലും എല്ലാം സൽഫലങ്ങളാണ് വരുന്നത്.
മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയിൽ കൂടി നമ്മൾ ഏത് അവസ്ഥയിൽ കൂടി പോയാലും ഈ സൽഫലം പുറപ്പെടുവിക്കുന്ന, നിന്ദിച്ചാലും പരിഹസിച്ചാലും ഒറ്റപ്പെടുത്തിയാലും നമ്മളിൽ എന്താണ് നിറഞ്ഞിരിക്കുന്നത് അതേ പുറത്തോട്ട് വരത്തുള്ളൂ. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ അകത്തുള്ള കയ്പും മലിനതയും ഈ സംഭവങ്ങളൊക്കെ നീങ്ങിപ്പോയി കഴിഞ്ഞാൽ നമ്മളിൽ നിന്നും സൽപ്രവൃത്തികളെ പുറപ്പെട്ടു വരത്തുള്ളൂ. വാക്കുകൾ ഉപ്പിനായി രുചി വരുന്നവരായിരിക്കും, പ്രവൃത്തികൾ കർത്താവിനെന്നോണമായിരിക്കും, കൃപ തോന്നും, ക്ഷമിക്കും, മറക്കും, പൊറുക്കും. മനസ്സിലായോ? സൽഫലം നിറഞ്ഞതും. അടുത്ത് പക്ഷപാതവും കപടവും ഇല്ലാത്തതാകുന്നു. കണ്ടോ? പക്ഷപാതമില്ല. മറ്റേത് പക്ഷപാതം ഉണ്ടാവും അല്ലേ? നമുക്ക് നമ്മളെ സ്നേഹിക്കുന്ന വ്യക്തികൾക്ക് നമ്മളോട് പ്രത്യേക പരിഗണന, അനുസരിക്കുന്ന വ്യക്തികളോട് പ്രത്യേക പരിഗണന. പക്ഷപാതമല്ല അത്. യേശു കർത്താവ് എങ്ങനെയാ ചെയ്തത്? അവൻ അവരെ സ്നേഹിച്ചു. ആരെയെ സ്നേഹിച്ചു എന്ന് പറയുന്നത്? 30 വെള്ളിക്കാശിന് ഒറ്റ കൊടുത്തവനുണ്ട്, തന്നെ തള്ളിപ്പറഞ്ഞ പത്രോസുണ്ട്, വിട്ടുപോയ ശിഷ്യന്മാരുണ്ട്, എല്ലാവരെയും സ്നേഹിച്ചു, അവസാനത്തോളം സ്നേഹിച്ചു. പക്ഷപാതമില്ല അവിടെ. കണ്ടോ? പിടികിട്ടുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കണം അവൻ്റെ കോർ ഗ്രൂപ്പിൽ 3 പേരെ ഉണ്ടായുള്ളൂ എന്നുള്ളത്. അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയെ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യം. പക്ഷെ അവൻ സ്നേഹിച്ചത് എല്ലാവരെയും സ്നേഹിച്ചു. അപ്പോൾ നമ്മളിൽ പക്ഷപാതം ഉണ്ടാവരുത്. മനസ്സിലായോ? അത് കുടുംബജീവിതത്തിൽ, മക്കളോടുള്ള ബന്ധത്തിൽ, അമ്മയപ്പന്മാർ, ചിലർക്ക് അപ്പനോട് സ്നേഹം അമ്മയോട് സ്നേഹമില്ല, ചിലർക്ക് അമ്മയോട് സ്നേഹം അപ്പനോട് സ്നേഹമില്ല, ചില അമ്മയപ്പന്മാർക്ക് ചില മക്കളോട് സ്നേഹം ചില മക്കളോട് സ്നേഹമില്ല. അല്ല, ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഈ ഒരു അപ്പനോട് സ്നേഹം വരുന്നത് എങ്ങനെയാണ് മക്കൾക്ക്? അപ്പൻ ചിലപ്പോൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം, അമ്മ ചിലപ്പോൾ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അമ്മ ശിക്ഷിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അപ്പ ശിക്ഷിച്ചിട്ടുണ്ടാവുമായിരിക്കാം. അപ്പോൾ അപ്പനോട് സ്നേഹമില്ല. അങ്ങനെയല്ലേ നമുക്ക് അങ്ങനെ വരുന്നേ? പിടിയിടുന്നുണ്ടോ? അപ്പോൾ ഇവിടെ പറയാണ്, പക്ഷപാതമുള്ള ഒരു സംഭവം നമ്മുടെ ഉള്ളിൽ ഉടലെടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? പുതുക്കണം. അങ്ങനെ പുതുക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നമ്മളിൽ നിന്നും സ്നേഹം ഒഴുകത്തുള്ളൂ. നമ്മളായിരിക്കുന്ന അതേ അവസ്ഥയിൽ തന്നെ തുറമാനമായി പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ സമയവും കാലങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കും, മാറ്റങ്ങൾ വരത്തില്ല. അപ്പോൾ ഇവിടെ പറയാണ് പക്ഷപാതവും, അടുത്ത് കപടവും. അപ്പോൾ പക്ഷപാതം ഒരു വ്യക്തിക്ക് വരണമെങ്കിൽ അവൻ്റെ ഹൃദയത്തെ അവൻ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? കപടി ഉണ്ടാക്കേണ്ടതായിട്ട് വരും. ഒരു അഭിനയം വരികയാണ് അവിടെ. മനസ്സിലായോ? അപ്പോൾ കപടവും ഇല്ലാത്തതാകുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഈ പറയുന്ന ഉയരത്തിലെ ജ്ഞാനത്താൽ നിറഞ്ഞ് നയിക്കപ്പെടുവാൻ വേണ്ടിയിട്ടാണ് ദൈവം ചെയ്യുന്നത്, നമ്മൾ ഓരോരുത്തരെയും കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ഒരു അനുഭവം നമ്മൾ എന്തിനു ചെയ്യും? എന്താക്കിയെടുക്കും? നമ്മളെ ഈ അനുഗ്രഹം അനുഭവിക്കുന്ന വ്യക്തിത്വങ്ങളായിട്ട് നമ്മളെ പണിതെടുക്കും. അല്ലേ? പതിനായിരം പറയുന്നത്, നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. അപ്പോൾ നമ്മളുടെ വ്യക്തി ജീവിതം ഈ പറയുന്ന ഒരു അനുഭവത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? നമ്മളെ നടത്തും. അപ്പോൾ നമുക്കൊരു ആഗ്രഹം കൂടി ഉണ്ടെങ്കിലാണ് അത് എന്ത് ചെയ്യുന്നത്? സാധ്യമാകുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ആ ഒരു അനുഭവത്തിലേക്ക് ഒരുക്കിയെടുത്ത് ദോഷത്തിന് ദോഷം ചെയ്യാതെ, ശകാരത്തിന് ശകാരം ചെയ്യാതെ, ജീവൻ ആഗ്രഹിച്ച് ശുഭകാലം കാണുവാൻ ഇച്ഛിച്ച് ദോഷം ചെയ്യാതെ നാവിനെയും വ്യാജം പറയാതെ അതിരത്തെയും അടക്കിക്കൊള്ളുന്ന വാക്കുകൾ എപ്പോഴും ഉപ്പിനാൽ രുചി വരുത്തിയതും കൃപയോടുകൂടി ഇതായിരിക്കുന്ന വ്യക്തിത്വങ്ങളായി തീരാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് സ്വർഗ്ഗസ്ഥ പിതാവേ, അളവറ്റ കൃപയും കരുണയും സ്നേഹവും ഞങ്ങളുടെ മേൽ പകരുന്ന ദൈവമേ, നിങ്ങളുടെ വചനത്തിൽ പറയുന്ന പോലെ ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങളാൽ നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു എന്ന് കർത്താവ് അങ്ങ് പറഞ്ഞല്ലോ. ഞങ്ങൾ കേട്ട വചനങ്ങൾ ഒരിക്കലും മറുതലിച്ചും കൊണ്ട് തള്ളിക്കളയുന്ന വ്യക്തിത്വങ്ങളാകാൻ ഇടവരുത്താതെ, ഞങ്ങളുടെ ഹൃദയത്തിൽ മറഞ്ഞു കിടക്കുന്ന കയ്പും ഈർഷ്യയും പകയുമൊക്കെ വചനത്തെ തള്ളിക്കളയാൻ ഇടവരുത്താതെ, ഈ വചനം ഞങ്ങളുടെ അകത്ത് ഉദരത്തിൻ്റെ അറകളിലേക്ക് ചെന്ന് ക്രിയ ചെയ്ത് മറഞ്ഞു കിടക്കുന്ന ആ കർത്താവെ ഇരുട്ടിനെ പൂർണ്ണമായി നീക്കിക്കളഞ്ഞ് വെളിച്ചത്തിലും സ്നേഹത്തിലും സത്യത്തിലും നയിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളായി തീരുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ ഓരോ വചനവും 100 മേനി ഫലപ്രകടിപ്പിക്കുവാൻ കഴിവുള്ളതാണല്ലോ. കർത്താവ് ശക്തിയുള്ളതാണല്ലോ. കർത്താവെ ഞങ്ങളെ പൂർണ്ണമായും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കും. ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവ് വ്യക്തി ജീവിതത്തെ പണിയുവാൻ, ഞങ്ങളുടെ വരവിനോടുള്ള ബന്ധത്തിൽ ഒരുങ്ങുവാനൊക്കെ ഇത് മുഖാന്തരമാകണം. ഭവനങ്ങൾ സ്വർഗീയ ഭവനങ്ങളായി തീരുവാനൊക്കെ ജ്ഞാനമുള്ള ഹൃദയം നൽകണം. കർത്താവിൻ്റെ ആത്മാവിനെ തന്നെ നയിക്കപ്പെടുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മ എല്ലാവരും അഭിഷേകം ചെയ്യണം, എല്ലാ നന്മകളാലും നിറയ്ക്കണം, വചനത്തിലുള്ള ദാഹത്താൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ.